ഖുർആൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഖുർആനിലെ കുടുംബ സാമൂഹ്യ സദാചാര നിയമങ്ങളും ചട്ടങ്ങളും അതുമായി ബന്ധപ്പെട്ട ഖുർആൻ, ഹദീസ്, മറ്റു കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ ഇതിലെല്ലാം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് നമുക്ക് വായിച്ചാൽ കൃത്യമായി മനസ്സിലാക്കാൻ വളരെയധികം പ്രയാസമാണ്. പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങളൊക്കെ ഭാഷാന്തരം ചെയ്തും വ്യാഖ്യാനിച്ചും നമ്മുടെ മുമ്പിൽ എത്തിച്ചിട്ടുള്ള ആളുകൾ ഒരുപാട് കള്ളത്തരങ്ങൾ ഇതിനകത്തൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ആധുനിക കാലത്ത് മനുഷ്യരോട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ മറച്ചു വയ്ക്കുന്നതിന് വേണ്ടി ഒരുപാട് നുണകൾ കൂട്ടിച്ചേർത്തും വെള്ളം ചേർത്ത് ലഘൂകരിച്ചും ഒക്കെ നമ്മുടെ മുമ്പിലേക്ക് വികലമാക്കിയാണ് അവതരിപ്പിച്ച് തന്നിട്ടുള്ളത്. വികലമാക്കുക എന്നുള്ളത് നമ്മുടെ ഭാഷയാണ്, പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അത് നന്നാക്കി മിനുക്കി അവതരിപ്പിക്കുക എന്നതാണ് അവർ ചെയ്തിട്ടുള്ളത്. ഇതുകൊണ്ട് തന്നെ ഖുർആനിൽ ഇത്തരം വിഷയങ്ങൾ, കുടുംബ ബന്ധങ്ങളെ സംബന്ധിച്ച്, ദാമ്പത്യ ബന്ധത്തെ സംബന്ധിച്ച്, ലൈംഗികതയെ സംബന്ധിച്ചൊക്കെ പറയുന്ന കാര്യങ്ങൾ ഇന്നത്തെ നമ്മുടെ സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഒരിക്കലും അത് യഥാവിധി ഉൾക്കൊള്ളാൻ കഴിയില്ല, മനസ്സിലാക്കാനും കഴിയില്ല. കാരണം ഇന്ന് നമ്മൾ കുടുംബം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തോ ആ അർത്ഥത്തിലുള്ള ഒരു കുടുംബ സംവിധാനമോ ആ അർത്ഥത്തിലുള്ള ഒരു ലൈംഗിക സദാചാരമോ അത്തരത്തിലുള്ള ഒരു സാമൂഹ്യക്രമമോ ഒന്നും മുഹമ്മദ് ഈ വെളിപാടുമായി ഇറങ്ങുന്ന കാലത്ത് അറേബ്യൻ ജാഹിലിയ സമൂഹത്തിൽ ഉണ്ടായിരുന്നില്ല. ആ സമൂഹത്തിൽ എന്തൊക്കെയാണോ ഉണ്ടായിരുന്നത് അതെല്ലാം അതേപടി പെറുക്കി കൂട്ടുക എന്ന പണി മാത്രമാണ് ഖുർആനിലൂടെ മുഹമ്മദ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഖുർആനിലെ അൽ-ബഖറ സൂറത്തിലെ 233-ാമത്തെ വാക്യമാണ്. തലാഖിനെ കുറിച്ചും മറ്റുമാണ് ഇതിനു മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നത്. ആ കൂട്ടത്തിൽ ഇനി പറയാൻ പോകുന്നത് കുട്ടികളെ പ്രസവിച്ചു കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് മുല കൊടുക്കുന്നത് സംബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇന്നത്തെ നമ്മുടെ ഒരു കുടുംബ സാഹചര്യവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ മുല കൊടുക്കലിൻ്റെ ആയത്തും അതിൻ്റെ വിശദീകരണമായി വന്നിട്ടുള്ള വ്യാഖ്യാനങ്ങളും അതുമായി ബന്ധപ്പെട്ട ഫിഖ് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തും. കാരണം നമുക്കൊട്ടും തന്നെ പരിചയമില്ലാത്തതും നമുക്കൊട്ടും തന്നെ ഉൾക്കൊള്ളാൻ കഴിയാത്തതുമായിട്ടുള്ള വളരെ പ്രാകൃതവും അപരിഷ്കൃതവുമായ അന്നത്തെ കുത്തഴിഞ്ഞ നാടോടി ഗോത്ര ജീവിതത്തിൻ്റെ നേർചിത്രങ്ങളാണ് ഖുർആനിലെയും മറ്റു അനുബന്ധ കിതാബുകളിലെയും ഇത്തരം കാര്യങ്ങൾ, നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ. അത്തരത്തിൽപ്പെട്ട ഒരു വാക്യമാണ് നമ്മളിന്ന് ചർച്ചയ്ക്കെടുക്കുന്നത്. 233-ാമത്തെ സക്ലിംഗ് സംബന്ധിച്ച, മുലകുടി ബന്ധം സംബന്ധിച്ചിട്ടുള്ള ഒരു വാക്യം. ഇതിനകത്ത് കുട്ടികൾക്ക് എത്ര മുല കൊടുക്കണം, എങ്ങനെ മുല കൊടുക്കണം, കുട്ടികൾക്ക് എന്തൊക്കെ ആഹാരം നൽകണം, ഏതൊക്കെ പ്രായത്തിൽ തുടങ്ങിയിട്ടുള്ള ശാസ്ത്രീയമായ ആരോഗ്യശാസ്ത്രപരമായ വിവരങ്ങളൊന്നുമല്ല ഇവിടെ അവതരിപ്പിക്കുന്നത്. മറിച്ച് അന്നത്തെ കാലത്ത് വളരെ സ്വാഭാവികമായിട്ടും സാധാരണമായി നടന്നിരുന്ന തർക്കങ്ങൾ, ഈ സ്ത്രീകളും പുരുഷന്മാരും തമ്മിലും കുടുംബങ്ങൾ തമ്മിലുമൊക്കെ നടന്നിരുന്ന കുട്ടികളെ സംബന്ധിക്കുന്ന തർക്കങ്ങൾ, ആ തർക്കങ്ങളിൽ ഇടപെട്ടുകൊണ്ട് തർക്കങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുന്ന ഒരു കാര്യമാണ് ഈ വാക്യത്തിൽ യഥാർത്ഥത്തിൽ പറയുന്നത്. എന്നാൽ ഇത് അങ്ങനെയൊന്നുമല്ല എന്നും ഇത് കുട്ടികൾക്ക് മുല കൊടുക്കേണ്ട കാര്യമാണ് പറയുന്നത് എന്ന മട്ടിലാണ് ഇന്ന് വ്യാഖ്യാതാക്കൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഏതായാലും ഞാൻ ഈ വാക്യം വായിക്കാം. ഞാനിതിന്ന് എല്ലാ മലയാള പരിഭാഷയും വായിച്ചതിന് ശേഷമാണ് ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ മുമ്പിൽ ഇപ്പോൾ ഒരു 5 മലയാള പരിഭാഷകളുണ്ട്. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടുമുള്ള ഈ 5 പരിഭാഷകളും ഞാൻ വായിക്കാം. ആദ്യം ഞാൻ ഓൺലൈൻ പരിഭാഷയായിട്ട് ചെറിയ മുണ്ടവും കുഞ്ഞു മുഹമ്മദ് പറപ്പൂരും കൊടുത്തിട്ടുള്ള മുജാഹിദുകളുടെ പരിഭാഷയാണ് വായിക്കുന്നത്. ഞാൻ സാധാരണ സ്ക്രീനിൽ കാണിക്കാറുള്ള പരിഭാഷ. 233. മാതാപിതാക്കൾ തങ്ങളുടെ സന്താനങ്ങൾക്ക് പൂർണ്ണമായ 2 കൊല്ലം മുല കൊടുക്കേണ്ടതാണ്. പൂർണ്ണമാക്കണം എന്ന് ഉദ്ദേശിക്കുന്നവർക്കത്രേ ഇത്. അവർക്ക് മര്യാദയനുസരിച്ച് ഭക്ഷണവും വസ്ത്രവും നൽകേണ്ടത് കുട്ടിയുടെ പിതാവിൻ്റെ ബാധ്യതയാകുന്നു. എന്നാൽ ഒരാളെയും അയാളുടെ കഴിവിലുപരി നൽകാൻ നിർബന്ധിക്കരുത്. ഒരു മാതാവും തൻ്റെ കുട്ടിയുടെ പേരിൽ ദ്രോഹിക്കപ്പെടാൻ ഇടയാകരുത്. അതുപോലെ തന്നെ സ്വന്തം കുട്ടിയുടെ പേരിൽ ഒരു പിതാവിനും ദ്രോഹം നേരിടരുത്. അവകാശികൾക്കും അതുപോലെയുള്ള ബാധ്യതകളുണ്ട്. ഇനി അവർ ഇരുവരും തമ്മിൽ കൂടിയാലോചിച്ച് തൃപ്തിപ്പെട്ടുകൊണ്ട് മുലകുടി നിർത്താൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവർ ഇരുവർക്കും കുറ്റമില്ല.
ഇനി നിങ്ങളുടെ കുട്ടികൾക്ക് മുല കൊടുപ്പിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിലും നിങ്ങൾക്ക് കുറ്റമില്ല. നിങ്ങൾ നൽകേണ്ടത് മര്യാദ അനുസരിച്ച് കൊടുത്തു തീർക്കുകയാണെങ്കിൽ നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുകയും നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം അള്ളാഹു കണ്ടറിയുന്നുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്യുക. ഇതിൽ ബ്രാക്കറ്റ് ഒഴിവാക്കിയാണ് ഞാനിപ്പോൾ വായിച്ചത്. നിങ്ങൾക്ക് സ്ക്രീനിൽ ഞാനിത് വായിക്കുമ്പോൾ ബ്രാക്കറ്റ് കൂടെ വായിക്കാൻ കഴിയും. അമാനി മൗലവി ഇപ്പോൾ നമ്മൾ വായിച്ച ചെറിയ മുണ്ടോ ഒക്കെ ഒരേ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. അവരുടെ പരിഭാഷകളിൽ പോലും നേരിയ വ്യത്യാസം നിങ്ങൾക്ക് കാണാം. അമാനി മൗലവിയുടെ ഓൺലൈൻ പരിഭാഷയാണ് ഞാൻ വായിക്കുന്നത്. മാതാക്കൾ അവരുടെ സന്താനങ്ങൾക്ക് പൂർണ്ണമായ 2 കൊല്ലം മുല കൊടുക്കണം. മുലകുടി പൂർത്തിയാക്കുവാൻ ഉദ്ദേശിക്കുന്നവർക്കുള്ളതത്രേ. യാതൊരുവന് ജനിച്ചിരിക്കുന്നുവോ അവൻ്റെ മേലാണ് മര്യാദയനുസരിച്ച് അവരുടെ ആഹാരവും വസ്ത്രങ്ങളും ഉള്ളത്. ഒരു ദേഹത്തോടും അതിൻ്റെ കഴിവ് അല്ലാതെ ശാസിക്കപ്പെടുകയില്ല. ഒരു മാതാവ് അവളുടെ സന്താനം നിമിത്തമാകട്ടെ യാതൊരുവന് ജനിച്ചുവോ അവൻ അവൻ്റെ സന്താനം നിമിത്തമാകട്ടെ ദ്രോഹം ചെയ്യപ്പെട്ടുകൂടാ. അനന്തരാവകാശിയായുള്ളവൻ്റെ മേലും അതുപോലെ ഉണ്ട്. ഇനി അവർ രണ്ടാളിൽ നിന്ന് പരസ്പര തൃപ്തിയോടെയും കൂടിയാലോചനയോടെയും പിരിക്കുവാൻ അവർ രണ്ടാളും ഉദ്ദേശിക്കുന്നുവെങ്കിൽ അപ്പോൾ രണ്ടാളുടെ മേലും തെറ്റില്ല. നിങ്ങളുടെ സന്താനങ്ങൾക്ക് മുല കുടിപ്പിക്കുവാൻ നിങ്ങൾ ഉദ്ദേശിച്ചുവെങ്കിൽ അപ്പോൾ നിങ്ങളുടെ മേൽ തെറ്റില്ല. നിങ്ങൾ കൊടുക്കുന്നത് മര്യാദ പ്രകാരം നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്താൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി കണ്ടറിയുന്നവനാണെന്ന് അറിഞ്ഞുകൊള്ളുകയും ചെയ്യുവിൻ. ഇനി മൗദൂദിയുടെ പരിഭാഷയിൽ നിന്ന് വായിക്കാം. വ്യത്യാസം ശ്രദ്ധിക്കുക. നേരത്തെ വായിച്ച മുജാഹിദ് തഫ്സീർ മുജാഹിദ് പരിഭാഷയിൽ നിന്നുമുള്ള വ്യത്യാസം കൂടി നിങ്ങൾ നോക്കുക. കുട്ടികളെ മുലകുടിപ്രായം മുഴുവൻ മുലയൂട്ടണമെന്ന് പിതാക്കൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ മാതാക്കൾ അവരുടെ ശിശുക്കളെ 2 വർഷം തികച്ചും മുലയൂട്ടേണ്ടതാകുന്നു. ആ അവസരത്തിൽ അവർക്ക് ന്യായമായ നിലയിൽ ഭക്ഷണവും വസ്ത്രവും നൽകുന്നതിന് പിതാക്കൾ ബാധ്യസ്ഥരായിരിക്കും. എന്നാൽ ആരിലും അവരുടെ കഴിവിൽ കവിഞ്ഞ ബാധ്യതകൾ ചുമത്താവതല്ല. കുട്ടി തൻ്റേതാണ് എന്ന കാരണത്താൽ ഒരു മാതാവ് പീഡിപ്പിക്കപ്പെട്ടുകൂടാ. കുട്ടി അയാളുടേതാണ് എന്ന കാരണത്താൽ ഒരു പിതാവും പീഡിപ്പിക്കപ്പെട്ടുകൂടാ. മുലയൂട്ടുന്നവളോട് കുട്ടിയുടെ പിതാവിനുള്ള അതേ ബാധ്യതകൾ അയാളുടെ അനന്തരാവകാശികൾക്കും ഉണ്ടായിരിക്കും. ഇനി ഇരുകൂട്ടരും ഉഭയസമ്മതത്തോടെ പരസ്പരം കൂടിയാലോചിച്ച് മുലകുടി മാറ്റാൻ നിശ്ചയിച്ചാൽ അപ്രകാരം പ്രവർത്തിക്കുന്നതിൽ കുറ്റമൊന്നുമില്ല. ഇനി മറ്റൊരു സ്ത്രീയെക്കൊണ്ട് നിങ്ങളുടെ കുട്ടികളെ മുലയൂട്ടണമെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ അതിനും വിരോധമൊന്നുമില്ല. അവർക്ക് നിശ്ചയിച്ച പ്രതിഫലം മാന്യമായ രീതിയിൽ കൊടുത്തേക്കണമെന്നു മാത്രം. അള്ളാഹുവിനെ ഭയപ്പെടുവിൻ. നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതെല്ലാം അള്ളാഹുവിൻ്റെ ദൃഷ്ടിയിലുണ്ടെന്ന് അറിഞ്ഞിരിക്കുകയും ചെയ്യുവിൻ. ഇവിടെ മൗദൂദി ഖുർആനിലുള്ള വാക്യങ്ങൾ അപ്പടി പരിഭാഷപ്പെടുത്തുകയല്ല ചെയ്തത്, മറിച്ച് മൗദൂദിക്ക് മനസ്സിലായ ആശയം വരുന്ന രീതിയിൽ ഇതിനെ ഭാഷാന്തരം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. മറ്റേതിലൊക്കെ ബ്രാക്കറ്റ് ഇട്ടിട്ടാണ് വാക്യങ്ങൾ പൂർണ്ണമാക്കിയിട്ടുള്ളതെങ്കിൽ ബ്രാക്കറ്റ് ഇല്ലാതെ മൗദൂദിക്ക് തോന്നിയതുപോലെ മൗദൂദി ഇതിനർത്ഥം നൽകിയിരിക്കുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇനി കൂറ്റനാട് മുഹമ്മദ് മുസ്ലിയാരുടെ സുന്നി പരിഭാഷയിൽ നിന്ന് മാതാക്കൾ അവരുടെ കുട്ടികൾക്ക് പൂർണ്ണമായ 2 കൊല്ലം മുല കൊടുക്കണം. മുലകുടി പൂർത്തിയാക്കുവാൻ ഉദ്ദേശിക്കുന്നവർക്കാകുന്നു. അവർക്ക് മര്യാദ അനുസരിച്ച് ആഹാരവും വസ്ത്രവും കൊടുക്കേണ്ടത് കുട്ടി ആർക്ക് ജനിച്ചുവോ അവരുടെ ബാധ്യതയാകുന്നു. ഒരാളോടും അവന് കഴിവുള്ളതല്ലാതെ ശാസിക്കപ്പെടുകയില്ല. തൻ്റെ കുട്ടി കാരണം ഒരു മാതാവും വിഷമിക്കപ്പെടരുത്. കുട്ടി ആർക്ക് ജനിച്ചുവോ അവനെയും തൻ്റെ കുട്ടി കാരണം വിഷമിപ്പിക്കപ്പെട്ടുകൂടാ. അവകാശിക്കും അതുപോലെയുള്ള ബാധ്യതയുണ്ട്. എന്നാൽ അവർ 2 പേരും പരസ്പരം ആലോചിച്ചും തൃപ്തിപ്പെട്ടും മുലകുടി നിർത്തുവാൻ ഉദ്ദേശിച്ചാൽ അവർക്ക് കുറ്റമില്ല. സ്വന്തം കുട്ടികൾക്ക് മുല കൊടുപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ മര്യാദ അനുസരിച്ച് അവർക്ക് കൊടുക്കാൻ നിശ്ചയിച്ചത് കൊടുത്താൽ നിങ്ങൾക്കതിൽ കുറ്റമില്ല. അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുകയും നിങ്ങൾ എന്ത് പ്രവർത്തിക്കുന്നുവോ അവയെല്ലാം നിശ്ചയമായും അള്ളാഹു ഏറ്റവും കാണുന്നവനാണ് എന്നറിയുകയും ചെയ്യുക. ഇനി ഇമാം റാസിയുടെ തഫ്സീറിൻ്റെ മലയാള പരിഭാഷയിൽ നിന്ന് ഈ വാക്യം എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് എന്ന് വായിക്കാം. വിവാഹമുക്തരായ മാതാക്കൾ അവരുടെ മക്കൾക്ക് മുലകുടിക്കാലം പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ 2 വർഷം മുഴുവൻ മുലയൂട്ടണം. ആ ഘട്ടത്തിൽ മാതാക്കൾക്ക് നല്ല നിലയ്ക്ക് ആഹാരവും വസ്ത്രവും നൽകേണ്ടത് പിതാക്കളുടെ ചുമതലയാണ്. കഴിവിൽ കവിഞ്ഞ് പ്രവർത്തിക്കാൻ ആരെയും നിർബന്ധിച്ചുകൂടാ. ഒരു മാതാവും അവളുടെ സന്താനം കാരണം ദ്രോഹിക്കപ്പെടരുത്. അതുപോലെ ഒരു പിതാവും. പിതാവിൻ്റെ അഭാവത്തിൽ അയാളുടെ അവകാശികൾക്കും ഇതേ പ്രകാരമുള്ള ബാധ്യതയുണ്ട്. എന്നാൽ മാതാപിതാക്കന്മാർ കൂടിയാലോചിച്ച് തൃപ്തിപ്പെടുന്ന പക്ഷം
അവധിക്ക് മുമ്പ് തന്നെ മുലകുടി നിർത്തുന്നതിൽ കുറ്റമില്ല. കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നല്ല നിലയ്ക്ക് പ്രതിഫലം കൊടുത്ത് മറ്റു സ്ത്രീകൾ മുലയൂട്ടുന്നതിലും തെറ്റില്ല. നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുക, അറിയുക നിങ്ങളുടെ ചെയ്തികൾ അള്ളാഹു സസൂക്ഷ്മം വീക്ഷിക്കുന്നുണ്ട്. ഇവിടെ പരിഭാഷയിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു തുടക്കമാണ് നമ്മൾ കണ്ടത്. വിവാഹമുക്തരായ മാതാക്കൾ അവരുടെ മക്കൾക്ക് മുലകുടിക്കാലം പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ 2 വർഷം മുലയൂട്ടണം എന്നാണ് പറഞ്ഞത്. ഇതുവരെ നമ്മൾ വായിച്ച പരിഭാഷകളിലൊന്നും വിവാഹമുക്തരായ മാതാക്കൾ എന്ന് പറഞ്ഞിട്ടില്ല, മാതാക്കൾ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഖുർആനിലും അത്രേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഈ വിവാഹമുക്തരായ മാതാക്കൾ എന്നുള്ളത് ഇമാം റാസിയുടെ പരിഭാഷയിൽ കൂട്ടിച്ചേർത്തതാണ്. ഇനി ഇവിടെ ഏത് മാതാക്കളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് എന്ന കാര്യത്തിൽ തന്നെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് ഇമാം റാസി തന്നെ തുടർന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിതുവരെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഖുർആനിൽ വിശദീകരിക്കുന്നിടത്ത് പ്രധാനമായി ചർച്ച ചെയ്ത ഒരു കാര്യം, പറഞ്ഞ കാര്യം എന്താണ് എന്ന് ഇത് വായിച്ച പണ്ഡിതന്മാർക്ക് മനസ്സിലാവാത്തത് കാരണം ഒരുപാട് അഭിപ്രായ ഭിന്നതകളുണ്ടായി എന്നും ആ അഭിപ്രായ ഭിന്നതകൾ വലിയ തർക്കങ്ങളായി എന്നും ആ തർക്കങ്ങൾ ഇസ്ലാമിക സമൂഹത്തിൽ തന്നെ മദ്ഹബുകളായിട്ടും ഗ്രൂപ്പുകളായിട്ടും ഭിന്നിച്ചു പോകുന്നതിന് കാരണമായി എന്നും ഒക്കെ നമ്മൾ ഒരുപാട് തവണ ചർച്ച ചെയ്തു. ഇവിടെയും നമ്മൾ അത് തന്നെയാണ് കാണുന്നത്. ഈ വാക്യത്തിൽ 1-2 കാര്യങ്ങളിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ ഭിന്നതയുണ്ട് എന്ന് മുഫസ്സിറുകൾ പറയുന്നു. ഇമാം റാസി എഴുതുന്നത് നോക്കുക. ഇവിടെ പറഞ്ഞ മാതാക്കൾ ആരെന്നതിനെക്കുറിച്ച് 3 വീക്ഷണമുണ്ട്. 1, എല്ലാ മാതാക്കളും എന്ന് പ്രത്യക്ഷ അർത്ഥം സൂചിപ്പിക്കുന്നു. ഇവിടെ പ്രയോഗിച്ച പൊതുപദം അതാണ് വ്യക്തമാക്കുന്നത്. പ്രത്യേകമാക്കുന്ന മറ്റു നിയമങ്ങളില്ലെങ്കിൽ കാര്യങ്ങൾ അവയുടെ പ്രത്യക്ഷ അർത്ഥത്തിൽ തന്നെ എടുക്കുക നിർബന്ധമാണല്ലോ. 2, ഇവിടെ ഉദ്ദേശിക്കുന്നത് വിവാഹമുക്തകളായ മാതാക്കളാണ്. ഇതിൽ തന്നെ 2 അഭിപ്രായം. തലാഖ് സൂക്തത്തിൻ്റെ തൊട്ടുപിറകെ വന്നതിനാൽ ഇത് അതിൻ്റെ പൂർത്തീകരണമായി എടുക്കണം. ഈ സൂക്തങ്ങൾക്കിടയിൽ ബന്ധിപ്പിക്കുന്ന പാലം വിവാഹമോചനവും തുടർന്നുണ്ടാവുന്ന കുടുംബപരമായ പിളർപ്പും വേർപിരിയലുകളും മറ്റു കശപിശകളുമാണ്. ഇത് കുട്ടിയെ ഉപദ്രവിക്കാൻ മാതാവിനെ പ്രേരിപ്പിക്കാം. അതും 2 നിലക്കാണ്. 1, കുട്ടിയെ ഉപദ്രവിക്കുക എന്നത് നിരുപാധികമായി ഭർത്താവിനെ ഉപദ്രവിക്കുക എന്നത് അടങ്ങിയതിനാൽ. 2, അവൾ മറ്റൊരുത്തനെ വിവാഹം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുണ്ടാവാം. അവളെ അത് കുട്ടിയുടെ കാര്യം അവഗണിക്കാൻ പ്രേരിപ്പിക്കാം. അതിനാൽ അള്ളാഹു അവളെ സാധ്യമായത്ര കുട്ടിയോട് അലിവ് കാണിക്കാൻ പ്രേരിപ്പിക്കുകയാണ്, നിർബന്ധിക്കുകയല്ല. അപ്പോൾ ഇത് തലാഖിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം വന്നിട്ടുള്ള ഒരു ആയത്തായതുകൊണ്ട് തലാഖ് ചെയ്യപ്പെട്ട സ്ത്രീകൾ കുട്ടികളെ പ്രസവിച്ച് കിടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അവർ ഗർഭിണികളാണെങ്കിൽ ആ കുട്ടികൾക്ക് ഭർത്താവിന് വേണ്ടി മുല കൊടുക്കുന്നതിനെ സംബന്ധിച്ചാണ് ഇവിടെ പറയുന്നത് എന്നാണ് വ്യാഖ്യാതാക്കൾ പറയുന്നത്. അതേസമയത്ത് ഇമാം റാസി തന്നെ പറയുന്നു, ഇത് മാതാക്കൾ എന്ന് പറഞ്ഞതുകൊണ്ട് എല്ലാ മാതാക്കൾക്കും ഈ പറഞ്ഞത് ബാധകമാണ് എന്നും ഇതിനർത്ഥമുണ്ട്. പക്ഷേ അതൊരിക്കലും തുടർന്ന് പറയുന്ന വിശദാംശങ്ങളുമായിട്ട് നോക്കുമ്പോൾ പൊരുത്തപ്പെട്ടു പോകുന്നതല്ല. കാരണം മുല കൊടുക്കുന്ന ഭാര്യമാർക്ക്, മുല കൊടുക്കുന്ന അമ്മമാർക്ക് മാത്രമേ കുട്ടിയുടെ അച്ഛൻ ചെലവിന് കൊടുക്കേണ്ടതുള്ളൂ എന്നത് വിവാഹമോചനം നടന്നിട്ടില്ലാത്ത സാധാരണ ദാമ്പത്യത്തിൽ തുടരുന്നവരെ സംബന്ധിച്ചിടത്തോളം അപ്രസക്തമാണ്. കാരണം കുട്ടിക്ക് മുല കൊടുക്കുന്നില്ലെങ്കിലും ഭാര്യയ്ക്ക് ചെലവ് കൊടുക്കാൻ അയാൾ ബാധ്യസ്ഥനാണ്. ഇവിടെ കുട്ടിക്ക് മുല കൊടുക്കുന്നുണ്ടെങ്കിൽ മാത്രം അതിൻ്റെ കൂലി കൊടുത്താൽ മതി എന്നാണ് ഇവിടെ പറയുന്നത്. അത് തലാഖ് ചെയ്യപ്പെട്ട സ്ത്രീയെ സംബന്ധിച്ചാണ് എന്നാണ് പൊതുവിലുള്ള വ്യാഖ്യാനം. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് ജനിച്ച ഒരു കുട്ടിക്ക് ആരോഗ്യപരമായ ജീവിതത്തിന് ആവശ്യമായ പോഷകാഹാരം ലഭിക്കുന്നത് സംബന്ധിച്ചോ കുട്ടിയുടെ ആരോഗ്യം സംബന്ധിച്ചോ ഒരു കുട്ടി എന്ന നിലയ്ക്ക് ആ കുഞ്ഞിന് അമ്മയിൽ നിന്നും അച്ഛനിൽ നിന്നും ലഭിക്കേണ്ട പരിചരണവും പോഷകാഹാരവും ഒക്കെ ആ കുഞ്ഞിൻ്റെ അവകാശമാണ് എന്നതിനെ സംബന്ധിച്ചോ ഒന്നുമല്ല ഇവിടെ തർക്കം. മറിച്ച് ത്വലാഖ് ചൊല്ലപ്പെട്ട ഒരു സ്ത്രീ കുട്ടിക്ക് 2 കൊല്ലം മുല കൊടുക്കേണ്ടത് ഒരു ബാധ്യതയാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വാക്യം അവതരിപ്പിച്ചിട്ടുള്ളത്. അവിടെ തലാഖ് ചൊല്ലപ്പെട്ട സ്ത്രീകൾ കുഞ്ഞുങ്ങളെ പ്രസവിച്ചവരാണെങ്കിൽ ആ കുഞ്ഞുങ്ങളെ മുല കൊടുത്ത് സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് പല കുടുംബങ്ങളിലും തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. റാസി പറയുന്ന ഭാഷയിൽ കശപിശകളുണ്ടായിരുന്നു. കാരണം കുട്ടി എന്ന് പറയുന്നത് പ്രസവിച്ച തള്ളയ്ക്ക് യാതൊരു ഉത്തരവാദിത്വവുമില്ലാത്ത, യാതൊരു അവകാശവുമില്ലാത്ത ഈ കുട്ടിയുടെ
പിതാവിൻ്റെ സ്വന്തം സ്വകാര്യ സ്വത്താണ് എന്നതാണ് ഇസ്ലാമിലെ സങ്കല്പം. ഇസ്ലാമിക നിയമങ്ങളെല്ലാം ആ ഒരു സങ്കല്പത്തിൽ ഊന്നിക്കൊണ്ടാണ് നിൽക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളെ ഇന്നത്തെ കുടുംബ സങ്കല്പവുമായി ബന്ധപ്പെടുത്തി ഖുർആനോ ഹദീസോ ഇസ്ലാമിൻ്റെ ഫിഖ് ഗ്രന്ഥങ്ങളോ നിങ്ങൾ വായിക്കരുത്. വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. കുട്ടി എന്ന് പറയുന്നത് അച്ഛൻ്റെ മാത്രം സ്വകാര്യ സ്വത്താണ്. കുട്ടിയെ വളർത്താനുള്ള ഉത്തരവാദിത്വം അച്ഛനാണ്. മുല കൊടുക്കാനുള്ള ഉത്തരവാദിത്വം അമ്മയ്ക്കാണെങ്കിൽ പോലും അമ്മയ്ക്ക് നിർബന്ധമില്ല. മറിച്ച് അമ്മ തന്നെ മുല കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ കൂലി അച്ഛൻ കൊടുക്കണം. അല്ലെങ്കിൽ ആ കുട്ടിയെ അച്ഛൻ ഏറ്റെടുത്തിട്ട് വാടകയ്ക്ക് മുല കൊടുത്ത് വളർത്തണം. മറ്റു സ്ത്രീകളുടെ കയ്യിലേൽപ്പിച്ചുകൊണ്ട് വാടകയ്ക്ക് മുല കൊടുത്ത് വളർത്തണം എന്നാണ് ഇസ്ലാമിക സങ്കല്പം. അതല്ലാതെ ഒരു കുട്ടിയിൽ പ്രസവിച്ച അമ്മയ്ക്ക് തുല്യമായ അവകാശമുണ്ടെന്നോ തുല്യമായ ഉത്തരവാദിത്തമുണ്ടെന്നോ ഖുർആനോ ഹദീസോ പഠിപ്പിക്കുന്നേയില്ല. കാരണം എന്താണെന്നുള്ളത് നമ്മൾ ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. കുട്ടിയിലുള്ള അവകാശവും കുട്ടിയുടെ മേലുള്ള ഉത്തരവാദിത്വവും അച്ഛന് മാത്രമാണ്. കാരണം കുട്ടി അച്ഛൻ്റെ സ്വകാര്യ സ്വത്താണ്. അമ്മയ്ക്ക് കുട്ടിയിൽ യാതൊരു അവകാശവുമില്ല, കുട്ടിയിൽ യാതൊരു ഉത്തരവാദിത്വവും. ആകപ്പാടെ ഉണ്ടെന്ന് പറയുന്ന ഉത്തരവാദിത്തം കുട്ടിക്ക് മുല കൊടുക്കാൻ വേറെ ആരും തയ്യാറല്ലെങ്കിൽ, വേറെ ആരെയും ഏൽപ്പിക്കാനുള്ള സാഹചര്യമില്ലെങ്കിൽ കുട്ടിക്ക് മുല കൊടുക്കണം. 2 കൊല്ലം മുല കൊടുക്കണം. ആ 2 കൊല്ലം കുട്ടിയുടെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് കൂലി വാങ്ങിക്കുകയും ചെയ്യാം. ഇതാണ് ഇതിൽ പറയുന്നത്. ഇനി ഖുർആനിൽ തന്നെയുള്ള മറ്റൊരു വാക്യം നോക്കുക. 65-ാമത്തെ അധ്യായത്തിലെ 6-ാമത്തെ വാക്യം. നിങ്ങളുടെ കഴിവിൽപ്പെട്ട നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ അവരെ താമസിപ്പിക്കണം. അവർക്ക് ഞെരുക്കമുണ്ടാക്കുവാൻ വേണ്ടി നിങ്ങൾ അവരെ ദ്രോഹിക്കരുത്. അവർ ഗർഭിണികളാണെങ്കിൽ അവർ പ്രസവിക്കുന്നത് വരെ നിങ്ങൾ അവർക്ക് ചെലവ് കൊടുക്കുകയും ചെയ്യുക. ഇനി അവർ നിങ്ങൾക്ക് വേണ്ടി മുല കൊടുക്കുന്ന പക്ഷം അവർക്ക് നിങ്ങൾ അവരുടെ പ്രതിഫലം കൊടുക്കുക. നിങ്ങൾ തമ്മിൽ മര്യാദ പ്രകാരം കൂടിയാലോചിക്കുകയും ചെയ്യുക. ഇനി നിങ്ങൾ ഇരുവിഭാഗത്തിനും ഞെരുക്കമാവുകയാണെങ്കിൽ അയാൾക്ക് വേണ്ടി മറ്റൊരു സ്ത്രീ മുല കൊടുത്തു കൊള്ളട്ടെ. ഇത് 65-ാം അധ്യായത്തിലെ 6-ാം വാക്യത്തിൽ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിൻ്റെ ആവർത്തനമാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വാക്യം, ഇനി അവർ നിങ്ങൾക്ക് വേണ്ടി മുല കൊടുക്കുന്ന പക്ഷം അവർക്ക് നിങ്ങൾ അവരുടെ പ്രതിഫലം കൊടുക്കുക. അപ്പോൾ ഒരു പ്രസവിച്ച അമ്മ കുട്ടിക്ക് മുല കൊടുക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? കുട്ടിയുടെ തന്തയ്ക്ക് വേണ്ടിയാണ്. കുട്ടിയുടെ തന്തയുടെ ആവശ്യത്തിനാണ് കുട്ടിക്ക് മുല കൊടുക്കുന്നത്. കാരണം ഈ കുട്ടി അച്ഛൻ്റെ സ്വകാര്യ സ്വത്താണ്. അമ്മയ്ക്ക് ആ കുട്ടിയിൽ യാതൊരു അവകാശവുമില്ല, അമ്മയ്ക്ക് ആ കുട്ടിയിൽ യാതൊരു ഉത്തരവാദിത്വമില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള സ്ത്രീകൾ മറ്റു നിവൃത്തിയൊന്നുമില്ലെങ്കിൽ ആ കുട്ടികൾക്ക് മുല കൊടുക്കണം. മുല കൊടുക്കുന്നതിന് ഈ അച്ഛൻ്റെ കയ്യിൽ നിന്ന് കൂലി വാങ്ങിക്കണം. അങ്ങനെ ഈ പ്രസവിച്ച സ്ത്രീ മുല കൊടുക്കാൻ തയ്യാറല്ലെങ്കിൽ, പ്രസവിച്ച സ്ത്രീയെ കൊണ്ട് തന്നെ മുല കൊടുപ്പിക്കണമെന്ന് ഈ അച്ഛന് താല്പര്യമില്ല എങ്കിൽ ആ കുട്ടിയെ ഏറ്റെടുത്തിട്ട് മറ്റു സ്ത്രീകളെ ഏൽപ്പിച്ച് മുല കൊടുക്കുന്നതിലും യാതൊരു തെറ്റുമില്ല എന്നാണ് ഈ ഖുർആനിൽ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ പറയുന്നതൊന്നും ഇന്നത്തെ ഒരു സാഹചര്യം വെച്ച് നിങ്ങൾക്ക് ചിന്തിക്കാനോ ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ കഴിയില്ല. പ്രസവിച്ച സ്ത്രീ, ആ സ്ത്രീ കുട്ടിക്ക് മുല കൊടുക്കാതിരിക്കുക, എന്നിട്ട് കുട്ടിയുടെ അച്ഛൻ ഈ കുട്ടിയെ വാങ്ങിക്കൊണ്ടുപോവുക, എന്നിട്ട് ആ അച്ഛൻ വേറെ ആൾക്കാരെ വാടകയ്ക്ക് വാങ്ങിയിട്ട് മുല കൊടുക്കുക. ഇതൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റിയ കാര്യങ്ങളല്ല. പക്ഷേ ഇതൊക്കെ ജാഹിലിയ കാലത്ത് അറബികൾക്കിടയിൽ വളരെ സർവ്വസാധാരണമായിരുന്ന സമ്പ്രദായങ്ങളായിരുന്നു. മുഹമ്മദ് നബിയുടെ തന്നെ ചരിത്രം അതിന് തെളിവാണ്. മുഹമ്മദിനെ ആമിന എന്ന് പറയുന്ന ഒരു സ്ത്രീ പ്രസവിക്കുന്നു. പ്രസവിച്ച ഉടനെ തന്നെ ആമിന ഈ കുട്ടിയുടെ അച്ഛൻ്റെ കുടുംബത്തിനെ ഏൽപ്പിക്കുന്നു. അച്ഛൻ്റെ കുടുംബം പിന്നെ 8-10 സ്ത്രീകൾക്ക് മാറി മാറി വാടകയ്ക്ക് കൊടുത്തിട്ട് കുട്ടിയെ മുല കൊടുക്കുന്നു. ഒരു ഹലീമ എന്ന് പറയുന്ന സ്ത്രീയാണ് കൂടുതൽ കാലം മുഹമ്മദിന് മുല കൊടുത്തത്. മറ്റ് 5, 6, 7, 8 സ്ത്രീകൾ മുല കൊടുത്തു എന്ന് ചരിത്രത്തിൽ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആമിന പ്രസവിച്ച ഉടനെ ഈ കുട്ടിയെ ഉപേക്ഷിക്കുന്നത്? ദുരൂഹമാണത്. അതിൻ്റെ യഥാർത്ഥ കാരണം ചരിത്രകാരന്മാർ മൂടി വയ്ക്കുകയാണ്. ഞാൻ വരികൾക്കിടയിൽ നിന്ന് വായിച്ചതിൽ നിന്നും എനിക്ക് മനസ്സിലായത്, ഇബ്നു ഹിഷാമിൻ്റെ സീറത്തു റസൂലുള്ളയിൽ ആമിനയും അബ്ദുള്ളയും തമ്മിലുള്ള ആ ദാമ്പത്യത്തിൻ്റെ കഥ പറയുന്നിടത്ത് പറയുന്ന കാര്യങ്ങൾ വായിച്ചപ്പോഴാണ് എനിക്കിത് മനസ്സിലായത്. ആമിനയും അബ്ദുള്ളയും തമ്മിലുണ്ടായിരുന്ന ദാമ്പത്യത്തിന് ഒരു രാത്രിയുടെ നീളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു രാത്രിയുടെ ദാമ്പത്യ ബന്ധം മാത്രമുണ്ടായിരുന്ന ഒരു മുത്തുക കല്യാണമായിരുന്നു ആമിനയും അബ്ദുള്ളയും തമ്മിലുണ്ടായിരുന്നത്. മുത്തുക എന്ന് പറയുന്ന ഏർപ്പാടന്ന് വളരെ സർവ്വസാധാരണമാണ്. എങ്ങോട്ടെങ്കിലൊക്കെ പോകുന്ന ആൾക്കാർ വഴിയിലൊക്കെ ഇടത്താവളങ്ങളിലൊക്കെ ഇതുപോലെ സ്ത്രീകളുമായിട്ട്
ചെറിയ പ്രതിഫലം കൊടുത്തുകൊണ്ട് കരാറുണ്ടാക്കി അവരുടെ കൂടെ രാത്രി കഴിച്ചു കൂട്ടുക എന്നുള്ളതായിരുന്നു ഈ മുത്തുക. എന്നിട്ട് പിന്നെ ആ സ്ത്രീ അതിൽ നിന്ന് ഗർഭിണിയായി കഴിഞ്ഞാൽ ആ സ്ത്രീ ആ കുട്ടിയെ പ്രസവിച്ച ഉടനെ ഈ അച്ഛനെ തേടി പിടിച്ചിട്ട് കുട്ടിയെ അച്ഛനെ ഏൽപ്പിക്കും. പിന്നെ ആ കുട്ടിയെ വളർത്തേണ്ട ബാധ്യത അച്ഛൻ്റെ ആണ്. പ്രസവിച്ച സ്ത്രീക്ക് ആ കുട്ടിയെ ആവശ്യമില്ല. പ്രസവിച്ച സ്ത്രീ അത് കഴിഞ്ഞാൽ വേറെ മുത്തുകൾക്ക് പോകും. അങ്ങനെയായിരുന്നു അന്നത്തെ ജീവിതം. അങ്ങനെയാണ് മുഹമ്മദിനെ ആമിന പ്രസവിച്ച ഉടനെ ഉപേക്ഷിക്കുന്നതും മറ്റു സ്ത്രീകൾ മുല കൊടുത്ത് വളർത്തുന്നതും. അതല്ലാതെ ഈ ആമിനയും അബ്ദുള്ളയും കൂടെ ഒരു വീടൊക്കെ വെച്ച് ഒരു കുടുംബമായിട്ട് കുറേ കാലം ഒരുമിച്ച് താമസിച്ച് കുട്ടികളെ വളർത്തിയതിൻ്റെ ഒന്നും യാതൊരു തെളിവും ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ കാണാൻ സാധ്യമല്ല. നേരെ മറിച്ച് ആമിനയുടെ വീട്ടിലേക്ക് അബ്ദുള്ളയും അബ്ദുള്ളയുടെ വാപ്പയും കൂടെ പോകുന്ന ഒരു രംഗം വിവരിച്ചിട്ടുണ്ട്. പോകുന്ന വഴിയിൽ മറ്റു പല സ്ത്രീകളും അബ്ദുള്ളയെ കൂടെ കിടക്കാൻ വിളിച്ചു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവരോടൊക്കെ ഓരോ കാരണങ്ങൾ പറഞ്ഞു പോയി. അവസാനം ആമിനയുടെ കൂടെ കിടന്നു. ആമിനയുടെ കൂടെ കിടന്നിട്ട് തിരിച്ചു വരുമ്പോൾ അതേ യാത്രയിൽ 1-2 ദിവസം അവിടെ കഴിഞ്ഞ് തിരിച്ച് ഉള്ള യാത്രയിൽ ആദ്യം ഈ അബ്ദുള്ളയെ വിളിച്ച പെണ്ണുങ്ങളുടെ വീട്ടിലൊക്കെ കയറിയിട്ട് അബ്ദുള്ള മുട്ടിയെന്നും ഇന്ന് ഞാൻ നിങ്ങളെ കൂടെ കിടന്നോട്ടെ എന്ന് ആവശ്യപ്പെട്ടു എന്നും അപ്പോൾ ആ പെണ്ണുങ്ങളെ ഇന്ന് വേണ്ട, അങ്ങോട്ട് പോകുമ്പോൾ ഉണ്ടായിരുന്നു, വിളിച്ചപ്പോൾ കാണാനില്ല എന്ന് പറയുന്നതായിട്ട് ഇബ്നു ഹിഷാമിൻ്റെ ചരിത്രത്തിൽ കാണാം. അപ്പോൾ ഇവിടെ ആ വെളിച്ചത്തിൻ്റെ പോരിശ പറയാൻ വേണ്ടിയിട്ടാണ് ഈ കഥ പറഞ്ഞിട്ടുള്ളതെങ്കിലും വരികൾക്കിടയിൽ നിന്ന് അന്നത്തെ കുടുംബം എന്താണ്, അന്നത്തെ ലൈംഗികത എന്താണ്, അന്നത്തെ ദാമ്പത്യം എന്താണ്, അന്നത്തെ സംസ്കാരം എന്താണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് വായിച്ചെടുക്കാൻ കഴിയും. അങ്ങനെ യാതൊരു വ്യവസ്ഥയും വെള്ളിയാഴ്ചയും ഇല്ലാത്ത കുത്തഴിഞ്ഞ ഒരു ജീവിതമായിരുന്നു അന്ന് ജാഹിലിയ അറബികൾ നയിച്ചിരുന്നത്. കുത്തഴിഞ്ഞ ലൈംഗിക ജീവിതം. ആ കുത്തഴിഞ്ഞ ലൈംഗിക ജീവിതം തന്നെയാണ് ഈ ഖുർആനും വരച്ചു വെച്ചിട്ടുള്ളത്. ഈ ഖുർആൻ്റെ അനുബന്ധമായി വന്നിട്ടുള്ള പ്രവാചകൻ്റെ വചനങ്ങളും ചര്യകളും ഒക്കെ ഈ കുത്തഴിഞ്ഞ ലൈംഗിക ജീവിതത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. എന്നാൽ ഇന്ന് ഇതൊക്കെ വായിച്ചിട്ട് അതുപോലെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കഴിയാത്ത വ്യാഖ്യാതാക്കളും പണ്ഡിതന്മാരും ഇതിൻ്റെ ഒക്കെ മേലെ പുകമറ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് കിടന്ന് വ്യാഖ്യാനിച്ച് ഉരുളുകയും സത്യം മറച്ചു വയ്ക്കാൻ പരമാവധി അഭ്യാസങ്ങൾ കാണിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ആ കുത്തഴിഞ്ഞ ജീവിതത്തിൻ്റെ ഒരു അനന്തരഫലമാണ് ഈ കുട്ടികളെ വളർത്തുന്ന രീതി. പ്രസവിച്ച അമ്മമാർക്ക് കുട്ടികളോട് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. പ്രസവിച്ച അമ്മയ്ക്ക് കുട്ടിയിൽ യാതൊരു അവകാശവും ഉണ്ടായിരുന്നില്ല. കുട്ടിയിൽ യാതൊരു ഉത്തരവാദിത്വവും ഉണ്ടായിരുന്നില്ല. മറിച്ച് അച്ഛൻ്റെ ഉത്തരവാദിത്തമാണ് മുല കൊടുക്കൽ വരെ. അതാണ് ഈ ആയത്തിൽ പറയുന്നത്. ഒന്നുകിൽ അച്ഛൻ പൈസ കൊടുത്തിട്ട് കുട്ടിയെ പ്രസവിച്ച തള്ളയെ കൊണ്ട് മുല കൊടുപ്പിക്കണം, അതല്ലെങ്കിൽ അച്ഛൻ കുട്ടിയെ ഏറ്റെടുത്തിട്ട് വാടകയ്ക്ക് മുല കൊടുക്കുന്ന വേറെ പെണ്ണുങ്ങളുണ്ട് നാട്ടിൽ ഇഷ്ടം പോലെ. ബദവി സ്ത്രീകളുടെയൊക്കെ അങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത്. ആ സ്ത്രീകളെ ഏൽപ്പിച്ചിട്ട് മുല കൊടുത്ത് വളർത്തണം. ഇതായിരുന്നു അന്നത്തെ കുടുംബജീവിതം എന്ന് പറയുന്നത്. ഇതായിരുന്നു അന്നത്തെ സംസ്കാരം എന്ന് പറയുന്നത്. ആ സംസ്കാരത്തെ ശരിവെച്ചുകൊണ്ട് മുഹമ്മദ് അവതരിപ്പിച്ച വെളിപാടാണ് നമ്മളിപ്പോൾ ഈ വായിച്ചത്. കുശായിരി എന്ന് പറയുന്ന ഒരു തഫ്സീറിൽ കൊടുത്തിരിക്കുന്ന ഒരു വാചകം ഞാൻ അണ്ടർലൈൻ ചെയ്ത് നോക്കുക. ഷുവർലി ദ ചൈൽഡ് ഹൂ ഈസ് എൻറ്റയർലി യുവേഴ്സ് ഈസ് എൻറ്റയർലി യുവർ റെസ്പോൺസിബിലിറ്റി. ആരോടാ പറയുന്നത്? കുട്ടിയുടെ തന്തയോടാണ് ഈ പറയുന്നത്. ഷുവർലി ചൈൽഡ് ഈസ് യുവേഴ്സ് ആൻഡ് എൻറ്റയർലി ദ റെസ്പോൺസിബിലിറ്റി ആൾസോ യുവേഴ്സ്. കുട്ടി തന്തയുടെ മാത്രമാണ്. കുട്ടിയെ വളർത്താനുള്ള ഉത്തരവാദിത്വവും തന്തയ്ക്ക് മാത്രമാണ് എന്നാണ് ഈ തഫ്സീറിൽ എഴുതി വെച്ചിട്ടുള്ളത്. ഇനി ഇമാം റാസിയുടെ തന്നെ വ്യാഖ്യാനത്തിൽ പറയുന്ന കുറച്ച് ഭാഗങ്ങൾ കൂടി ഞാൻ വായിക്കാം. കുട്ടികൾ പിറക്കുന്നത് പിതാക്കൾക്കാണ്. പിതാക്കളുടെ ചുമതലയാണ്, എന്നാൽ ചെലവിന് കൊടുക്കാനുള്ള ബാധ്യത അവർക്കാണ്. കുട്ടികൾ പിറക്കുന്നത് പിതാക്കൾക്കാണ്, അല്ലാതെ മാതാക്കൾക്കല്ല എന്നാണ് സമക്ഷരി ഇതിനെ വ്യാഖ്യാനിച്ചത്. ഉമ്മമാർ വെറും കലവറകൾ, തോൽപാത്രങ്ങൾ, പിതാക്കളുടേതാണ് മക്കൾ എന്ന കവിത അദ്ദേഹം തെളിവായി ഉദ്ധരിക്കുന്നു. ഉമ്മമാർ വെറും കലവറകൾ, തോൽപാത്രങ്ങൾ, പിതാക്കളുടേതാണ് മക്കൾ എന്ന കവിത അദ്ദേഹം തെളിവായി ഉദ്ധരിക്കുന്നു. കുട്ടി വിരിപ്പിൻ്റെ ഉടമസ്ഥനുള്ളതാണ് എന്ന് നബി വചനം. ഏത് പുരുഷൻ്റെ വിരിപ്പിലാണോ കുട്ടി ജനിച്ചത് ആ പുരുഷനാണ് കുട്ടിയുടെ അവകാശി എന്ന് സൂചിപ്പിക്കുന്നു ഈ നബി വചനം. വിരിപ്പ് എന്ന് പറഞ്ഞാൽ ഏത് ആളുടെ കൂടെ കിടന്നിട്ടാണ് കുട്ടി ഉണ്ടായത് എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ ഈ ആയത്ത് എന്ന് പറയുന്നത് കുട്ടിയെ സംബന്ധിക്കുന്നതല്ല, കുട്ടിക്ക് ആരോഗ്യകരമായ ഭക്ഷണം കൊടുക്കുന്നത് സംബന്ധിച്ചല്ല, കുട്ടിയെ മുലയൂട്ടുന്നത് സംബന്ധിച്ചല്ല, കുട്ടിയുടെ മേൽ അച്ഛനും അമ്മയ്ക്കുമുള്ള അവകാശങ്ങളെക്കുറിച്ചല്ല, മറിച്ച്
ഒരു ആളുടെ കുട്ടിയെ അയാളുടെ ഒഴിവാക്കപ്പെട്ട ഭാര്യ പ്രസവിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയെ വളർത്താൻ, കുട്ടിക്ക് മുലപ്പാൽ കൊടുക്കാനുള്ള ബാധ്യത അച്ഛനുള്ളതാണ്. ആ ബാധ്യത ഈ സ്ത്രീ ഏറ്റെടുക്കണമെന്നില്ല. മറ്റൊരു നിവൃത്തിയുമില്ലെങ്കിൽ ആ സ്ത്രീക്ക് പണം കൊടുത്തുകൊണ്ട് 2 കൊല്ലം വരെ ആ കുട്ടിയെ മുലയൂട്ടിക്കാം. അതല്ലെങ്കിൽ അയാൾക്ക് ഏറ്റെടുത്തുകൊണ്ട് മറ്റുള്ളവരെ കൊണ്ട് മുലയൂട്ടിക്കാം എന്നാണ് ഇവിടെ പറയുന്നത്. ഈ സ്ത്രീയോട് പറയുന്നത് 2 കൊല്ലം അങ്ങനെ ഈ കുട്ടിയുടെ തന്ത ആവശ്യപ്പെടുകയാണെങ്കിൽ, അയാൾ ചെലവിനും പൈസ തരികയാണെങ്കിൽ മുലയൂട്ടണം എന്നാണ്. അതും നിർബന്ധമില്ല എന്നും പറയുന്നുണ്ട്. നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. ഈ വാക്യത്തിൽ ഒരു വാക്യശകലത്തിന് ഇബ്നു കസീർ നൽകുന്ന വിശദീകരണം നോക്കുക. And if you decide on a foster suckling mother for your children, there is no sin on you, provided you pay the mother what you agreed to give her on a reasonable basis. അമ്മയിൽ നിന്ന് കുട്ടിയെ ഏറ്റെടുത്തിട്ട് മുല കൊടുപ്പിക്കുകയാണെങ്കിൽ, മറ്റു സ്ത്രീകളുടെ കയ്യിൽ മുല കൊടുക്കാൻ ഏൽപ്പിക്കുകയാണെങ്കിൽ ന്യായമായിട്ടുള്ള പ്രതിഫലം, കൂലി അവർക്ക് കൊടുക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ അർത്ഥം വിശദീകരിക്കുന്ന നോക്കുക. മീനിങ്, if the mother and the father both agree that the father assumes custody of the child due to a circumstance that compels her or allows him to do so, then there is no sin in this case. Hence, the mother is allowed to give up the child and the father is allowed to assume custody of the child. The father should kindly give the mother her expenses for the previous period during which she reared and suckled the child. And he should seek other women to suckle his child for monetary compensation thereafter, Allah said. ഇങ്ങനെയാണ് അതിൻ്റെ വിശദീകരണം പോകുന്നത്. അപ്പോൾ ഈ സ്ത്രീക്ക് ആ 2 കൊല്ലം മുലയൂട്ടാൻ സൗകര്യമില്ല എങ്കിൽ ആ സ്ത്രീക്ക് വേറെ വിവാഹം കഴിച്ച് പോവുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉപജീവന മാർഗം തേടി പോവുകയോ ഒക്കെ ചെയ്യേണ്ട നിർബന്ധിതാവസ്ഥയാണെങ്കിൽ ആ സമയം ഇയാൾ ആ സ്ത്രീയുടെ സമ്മതത്തോടു കൂടി തന്നെ കുട്ടിയെ ഏറ്റെടുക്കുകയും എന്നിട്ട് എത്ര കാലം മുല കൊടുത്തോ അത്രയും കാലം മുല കൊടുത്തതിനുള്ള കൂലി മര്യാദക്ക് കൊടുക്കുകയും എന്നിട്ട് കൂലി കൊടുത്തിട്ട് വേറെ സ്ത്രീകളെ മുല കൊടുക്കാൻ ഏൽപ്പിക്കുകയും ചെയ്യാം എന്നാണ് പറയുന്നത്. ഈ കുട്ടിക്ക് 2 കൊല്ലം മുല കൊടുക്കണം എന്നാണല്ലോ പറഞ്ഞത്. എന്നാൽ മറ്റൊരു ഖുർആൻ വാക്യത്തിൽ 46-ാം അധ്യായത്തിലെ 15-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഒരു സ്ത്രീയുടെ ഗർഭകാലവും മുലയൂട്ടൽ കാലവും കൂടെ 30 മാസമാണ് എന്നാണ്. ആ വാക്യം നോക്കൂ. തൻ്റെ മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കണമെന്ന് നാം മനുഷ്യനോട് അനുശാസിച്ചിരിക്കുന്നു. അവൻ്റെ മാതാവ് പ്രയാസപ്പെട്ടുകൊണ്ട് അവനെ ഗർഭം ധരിക്കുകയും പ്രയാസപ്പെട്ടുകൊണ്ട് അവനെ പ്രസവിക്കുകയും ചെയ്തു. അവൻ്റെ ഗർഭകാലവും മുലകുടി നിർത്തലും കൂടി 30 മാസക്കാലമാകുന്നു. ഇത് നമ്മൾ മുമ്പ് ഈ 46-ാം അധ്യായത്തിൻ്റെ ക്ലാസ്സിൽ വിശദീകരിച്ചിട്ടുള്ളതാണ്, ഇത് പറഞ്ഞ സന്ദർഭമൊക്കെ. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഗർഭകാലവും മുലകുടി കാലവും കൂടി 30 മാസമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഗർഭകാലം എത്രയാണ് അള്ളാൻ്റെ കണക്കനുസരിച്ച് എന്നതിൽ നിന്ന് കണക്ക് കൂട്ടിയാൽ ഒരു സ്ത്രീയുടെ ഗർഭകാലം 6 മാസമാണ് എന്ന് മനസ്സിലാവും. കാരണം 2 കൊല്ലം കുട്ടിക്ക് മുല കൊടുക്കേണ്ട കാലമാണ് എന്ന് നേരത്തെ പറഞ്ഞു. ആ 2 കൊല്ലവും പിന്നെ ഗർഭകാലവും കൂടെ ചേർത്ത് ആകെ 30 മാസമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ 24 മാസം മുല കൊടുക്കുകയും 6 മാസം ഗർഭം ധരിക്കുകയും ചെയ്യുക എന്നതാണ് ഇവിടെ പറയുന്നത്. 6 മാസമാണ് ഗർഭകാലം എന്നത് ആ കാലത്ത് ഒരുപക്ഷെ ജാഹിലിയ അറബികൾ വിശ്വസിച്ചിരുന്നിരിക്കാം. അതിനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം 4 മാസം വരെ ഗർഭം അങ്ങനെ പ്രത്യക്ഷത്തിൽ അറിയാൻ കഴിയില്ല. ഗർഭത്തിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ആർത്തവം നിൽക്കുന്നതിനെക്കുറിച്ചോ ഒന്നും അന്ന് ശാസ്ത്രീയമായ അറിവ് മനുഷ്യർക്ക് ഉണ്ടായിരുന്നിരിക്കില്ല. പക്ഷേ 4 മാസമാകുമ്പോൾ ഏകദേശം ഗർഭത്തിൻ്റെ സാന്നിധ്യം പുറമേക്ക് പ്രത്യക്ഷമായിട്ട് തന്നെ മനസ്സിലായി തുടങ്ങും. അപ്പോൾ ആ കാലം മുതൽ പ്രസവിക്കുന്ന കാലം വരെ കണക്ക് കൂട്ടിയപ്പോൾ 6 മാസമാണ് ഗർഭകാലം എന്ന് മുഹമ്മദും ജാഹിലിയ അറബികളും തെറ്റിദ്ധരിച്ചതുകൊണ്ടായിരിക്കാം 6 മാസമാണ് ഗർഭകാലം എന്ന് പറഞ്ഞത്. പക്ഷേ ഈ അബദ്ധം തിരുത്താൻ വേണ്ടിയിട്ട് വ്യാഖ്യാതാക്കൾ പലതും പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും മിനിമം ഒരു കുട്ടി സർവൈവ് ചെയ്യുന്ന സമയമാണ് 6 മാസം എന്നും മാക്സിമം ഒരു സ്ത്രീയുടെ ഗർഭകാലം 4 കൊല്ലമാണ് എന്നൊക്കെ ഈ വിഡ്ഢികൾ വ്യാഖ്യാനിച്ചു വെച്ചിട്ടുണ്ട്. 4 കൊല്ലം ഒരു സ്ത്രീയുടെ ഗർഭകാലം നീണ്ടു പോകാമെന്നും 6 മാസമാണ് അതിൻ്റെ മിനിമം പീരീഡ് എന്നൊക്കെയാണ് ഇതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് എഴുതി വെച്ചിട്ടുള്ളത്. അന്നത്തെ വിവരക്കേട് മുഴുവൻ ഈ ഖുർആനിലും ഖുർആൻ്റെ അനുബന്ധമായിട്ടുള്ള വ്യാഖ്യാന ഹദീസ് ഗ്രന്ഥങ്ങളിലും നമുക്ക് കാണാമെന്നർത്ഥം. സ്ത്രീയുടെ ഗർഭകാലം 6 മാസമാണ് എന്നാണ് അള്ളാഹു മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. കാരണം മുഹമ്മദ് അങ്ങനെയാണ് ധരിച്ചു വെച്ചിട്ടുള്ളത് എന്നാണ് എനിക്കിത് വായിച്ചപ്പോൾ മനസ്സിലായത്.
ഇനി കുട്ടികൾക്ക് മുല കൊടുക്കുന്നതിനെക്കുറിച്ച് നബി പറഞ്ഞ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിൻ്റെ ഇടയിൽ മറ്റൊരു കോമഡി ഹദീസ് ഇബ്നു കസീർ ഉദ്ധരിച്ചിട്ടുണ്ട്. സാന്ദർഭികമായിട്ട് ഞാൻ ആ ഹദീസും കൂടെ കാണിച്ചു തരാം. അത് ഇതാണ്: ഇമാം അഹമ്മദ് റിപ്പോർട്ടഡ് എ ഹദീസ് ഇൻ വിച്ച് Al-Bara ibn Azib narrated, when Ibrahim, the prophet's son, died, the prophet said, "My son has died on the breast and he has someone to suckle him in paradise." അപ്പോൾ മുല കുടിച്ചുകൊണ്ടിരുന്ന പ്രായത്തിൽ മുഹമ്മദിൻ്റെ ഒരു മകൻ, ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു മകൻ മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് മുഹമ്മദ് പറഞ്ഞത് അവൻ മുല കൊടുക്കാൻ സ്വർഗത്തിൽ സ്ത്രീകളുണ്ടാവും എന്നാണ്. ഇവിടെയുള്ള കോമഡി എന്താണെന്ന് വെച്ചാൽ, ഇതേ മുഹമ്മദ് സ്വർഗത്തിൽ എല്ലാവരും ജനിക്കുക 33 വയസ്സ് പ്രായത്തിലാണ് എന്ന് പറഞ്ഞ കോമഡി അപ്പുറത്ത് കിടപ്പുണ്ട്. സ്വർഗത്തിൽ പരലോകത്ത് മനുഷ്യരെല്ലാവരും ജനിക്കുന്നത് സമപ്രായക്കാരായിട്ട് ജനിക്കുമെന്നും ആ സമപ്രായം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും 33 വയസ്സായിരിക്കുമെന്നും പറയുന്ന വിശദീകരണം ഹദീസിലുണ്ട്. സമപ്രായക്കാരായി ജനിക്കുന്ന ഖുർആനിലുണ്ട്. അതനുസരിച്ച് സ്വർഗത്തിൽ എല്ലാവർക്കും 33 വയസ്സായിരിക്കും, പരലോകത്ത് എല്ലാവരും ജനിക്കുമ്പോൾ എല്ലാവർക്കും 33 വയസ്സായിരിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 33 വയസ്സിൽ ജനിക്കുന്ന ഇബ്രാഹിമിന് അവിടെ എന്തിനാണ് ഒരു സ്ത്രീ മുല കൊടുക്കുന്നത് എന്ന് ഈ മണ്ടത്തരം പറഞ്ഞപ്പോൾ മറ്റേ മണ്ടത്തരം ഓർത്തില്ല എന്ന ഒരു കോമഡിയാണ് ഞാനിതിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. ഇങ്ങനെ ഒരിക്കൽ പറഞ്ഞത് ഓർക്കാതെ അതിന് വിരുദ്ധമായ മണ്ടത്തരങ്ങൾ പറയുക എന്നത് അള്ളാഹുവിൻ്റെ സ്ഥിരം പതിവായിരുന്നു, മുഹമ്മദിൻ്റെയും പതിവായിരുന്നു. ഇനി പെറ്റമ്മയല്ലാതെ മറ്റമ്മമാർ മുല കൊടുക്കുക എന്ന ജാഹിലിയ സമ്പ്രദായം ഏറ്റുപിടിക്കാൻ പോയതുകൊണ്ട് ഇസ്ലാമിൽ ഒരുപാട് പൊല്ലാപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. ഇസ്ലാമിക ഫിഖ് നിയമങ്ങളിലൊക്കെ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കോംപ്ലിക്കേഷൻ ഉണ്ടാവുകയും പല ഉമ്മറടക്കമുള്ള പല ഭരണാധികാരികളുടെയും കാലത്ത് ഇതിൻ്റെ പൊല്ലാപ്പുകൾ തീർക്കാൻ വേണ്ടി ഇടങ്ങേറാവുകയും ചെയ്ത ചരിത്രം ഇസ്ലാമിലുണ്ട്. കാരണം മുല കൊടുക്കുന്ന സ്ത്രീകൾ പെറ്റമ്മ അല്ലെങ്കിൽ പോലും ഈ കുട്ടിക്ക് മുല കൊടുത്തു കഴിഞ്ഞാൽ 5 പ്രാവശ്യം മുല കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടി സ്വന്തം മകനായിട്ട് കണക്കാക്കപ്പെടും. ആ സ്ത്രീ സ്വന്തം അമ്മയായിട്ട്, ആ കുട്ടിയുടെ അമ്മയായിട്ട് കണക്കാക്കപ്പെടും. അതനുസരിച്ച് പിന്നെ ആ കുട്ടി വളർന്നു കഴിഞ്ഞാൽ അവരുടെ വിവാഹ ബന്ധങ്ങളൊക്കെ അതനുസരിച്ച് പല സ്ത്രീകളുമായിട്ടുള്ള വിവാഹ ബന്ധങ്ങൾ ഹറാമാവും. ഈ മുല കൊടുത്ത അമ്മ ഹറാമാവും. മുല കൊടുത്ത ഉമ്മാൻ്റെ കുട്ടികൾ, മക്കൾ ഈ മുല കുടിച്ച കുട്ടിക്ക് സഹോദരങ്ങളായിട്ട് വരും. അപ്പോൾ അവരെ വിവാഹം ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരുപാട് പൊല്ലാപ്പുകൾ ഇതിലൂടെ ഉണ്ടാകുന്നുണ്ട്. പല സ്ത്രീകളിലൂടെ മാറി മാറി മുല കുടിക്കേണ്ടി വന്ന ഒരു കുട്ടി വലുതായി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് നാട്ടിൽ നിന്ന് പെണ്ണ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഈ മുല കൊടുത്ത സ്ത്രീകളുടെയൊക്കെ ബന്ധുക്കളായിരിക്കും മിക്കവാറും കുടുംബങ്ങളിൽ ഉണ്ടാവുക. അപ്പോൾ എവിടെയെങ്കിലും പോയി ഒരു പെണ്ണ് കണ്ടൊരു കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ, കല്യാണം കഴിച്ച് ദാമ്പത്യ ജീവിതമൊക്കെ മുന്നോട്ട് പോകുന്ന സമയത്ത് ചിലപ്പോൾ കുട്ടികളും മക്കളൊക്കെ ആയ സമയത്തായിരിക്കും ആരെങ്കിലും വന്നിട്ട് ഇത് മുലകുടി ബന്ധമുള്ള ആളാണല്ലോ എന്ന് പറയുക. അങ്ങനെ പറഞ്ഞ സമയത്ത് സ്വന്തം ഭാര്യയെ മൊഴിയൊല്ലി പോകേണ്ട ഗതികേട് പലർക്കും ഉണ്ടായിട്ടുണ്ട് എന്ന് ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ കാണാം. ഉമ്മറിൻ്റെ കാലത്ത് അത്തരം കുറേ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഉമ്മർ അതിലൊക്കെ ഇളവ് വരുത്തി അള്ളാഹിൻ്റെ നിയമത്തിലൊക്കെ വെള്ളം ചേർത്തതായിട്ടും കോമഡി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ മുലകുടി ബന്ധം എന്ന് പറയുന്ന ഒരു ഏർപ്പാട് നോക്കുക, നിങ്ങൾ ദത്തെടുക്കുന്ന കുട്ടികളെ സ്വന്തം മക്കളായി കണക്കാക്കാൻ പാടില്ല എന്ന് നിയമമുണ്ടാക്കിയ ഖുർആനിലാണ് 5 പ്രാവശ്യം മുല കുടിച്ചാൽ ആ കുട്ടിയും തള്ളയും തമ്മിൽ യഥാർത്ഥ അമ്മയും മകനുമായി മാറും എന്ന മണ്ടത്തരം എഴുതി വെച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ പശുവിൻ്റെ പാല് കുടിച്ചാൽ പശു അമ്മയാവൂലേ? ആടിൻ്റെ പാല് കുടിച്ചാൽ ആട് അമ്മയാവൂലേ? പിന്നെ ആ ആടിൻ്റെ മക്കൾ സഹോദരങ്ങളാവൂലേ? അപ്പോൾ ഏതെങ്കിലും ഒരു സ്ത്രീയുടെ മുല കുടിച്ചാൽ ആ സ്ത്രീ അമ്മയാവും എന്ന് പറയുന്ന വഷളത്തരമൊക്കെ ആ ജാഹിലിയ കാലത്ത് നിലനിന്നിരുന്ന അനാചാരങ്ങളിൽപ്പെട്ടതാണ്. ആ അനാചാരം പെറുക്കി കൂട്ടിയിരിക്കുകയാണ് ഖുർആനിൽ അള്ളാഹു. എന്നിട്ട് അതിൻ്റെ പൊല്ലാപ്പുകൾ പിന്നീട് സമൂഹം അനുഭവിക്കുകയാണ്. ഇവിടെ 2 കൊല്ലത്തിൻ്റെ ഉള്ളിൽ മുല കുടിച്ചാൽ മാത്രമേ മുലകുടി ബന്ധമാവുകയുള്ളൂ എന്നും 2 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ ആ പ്രശ്നമില്ല എന്നും വ്യാഖ്യാനിക്കുന്ന പണ്ഡിതന്മാരുണ്ട്. അതേസമയത്ത് ആയിഷ പറയുന്നത് അങ്ങനെയൊന്നുമല്ല, പ്രായപൂർത്തിയായ ആൾക്കാർക്കും മുല കൊടുക്കാം, അങ്ങനെ മുല കൊടുത്തിട്ട് അവരെ ആങ്ങളെയാക്കി മാറ്റാം, മകനാക്കി മാറ്റാം, അതിന് നബി അനുവാദം തന്നിട്ടുണ്ട് എന്ന് ആയിഷ പറയുന്ന ഹദീസും കോമഡി അതുമുണ്ട്. അതനുസരിച്ചാണ് ഇന്ന് സൗദി അറേബ്യയിലൊക്കെ മുമ്പ് വീട്ടിൽ ഡ്രൈവർമാർക്ക് മുല കൊടുത്താൽ മതി എന്ന് ഫത്വയൊക്കെ വന്നത്. കാരണം മഹ്റമില്ലാതെ സ്ത്രീകൾക്ക് പുറത്ത് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പാടില്ല എന്നാണ് നിയമം. അപ്പോൾ വീട്ടിൽ കാർ ഓടിക്കാൻ സ്ത്രീകൾക്കൊട്ട് ലൈസൻസും കൊടുത്തിരുന്നില്ല. ആ സമയത്ത് സ്ത്രീകൾക്ക് അവരുടെ ഡ്രൈവർമാരെ കൂട്ടി പുറത്ത് പോകാൻ, ഷോപ്പിങ്ങിനും മറ്റും പോകാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നു. അതിന് ചില മുഫ്തിമാർ ഫത്വ കൊടുത്തതാണ് വളരെ കോമഡിയായിട്ട് ലോകം മുഴുവൻ ചർച്ച ചെയ്ത് വാർത്തയായ സംഭവം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്.
എന്താണ് അതിന് ഫത്വ കൊടുത്ത ഇതാണ്, നിങ്ങൾ വീട്ടിലെ ഡ്രൈവറെയും കൂട്ടി പോകണമെന്നുണ്ടെങ്കിൽ ഡ്രൈവർക്കാണ്ട് മുല കൊടുത്താൽ മതി. അങ്ങനെ ഡ്രൈവർമാരെ വിളിച്ചുകൊണ്ടിട്ട് മുല കൊടുത്തിട്ട് ഡ്രൈവറെ മകനാക്കുകയും ആങ്ങളെയാക്കുകയും ചെയ്തതിന് ശേഷം ഡ്രൈവറെയും കൂട്ടി പുറത്തു പോകാമെന്ന് ഫത്വ കൊടുത്തത് ആയിഷയുടെ ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ 2 വയസ്സ് ആവുന്നതിന് മുമ്പ് മുലകുടി പ്രായത്തിൽ മുല കുടിച്ചാൽ മാത്രമേ മുലകുടി ബന്ധം സ്ഥാപിതമാകൂ എന്ന് ഒരുപാട് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഈ 2 കാര്യവും ഇബ്നു കസീർ ഉദ്ധരിച്ചിട്ടുണ്ട്. ഹൂ ഡിസയർ ടു കംപ്ലീറ്റ് ദ ടേം ഓഫ് സക്ലിംഗ് എന്ന് ഖുർആനിൽ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിച്ചതാണ്. ദെയർഫോർ ദ സക്ലിംഗ് ദാറ്റ് എസ്റ്റാബ്ലിഷ് തഹ്രീം എന്ന് പറഞ്ഞാൽ പ്രോഹിബിഷൻ, ദാറ്റ് ഈസ് വൺ കനോട്ട് മാരി ഹിസ് മദർ ഓർ സിസ്റ്റർ ഫ്രം സക്ലിംഗ്. അപ്പോൾ ഈ മുലകുടി ബന്ധത്തിലൂടെ വിവാഹം നിഷിദ്ധമാകുന്നതിനാണ് തഹ്രീം എന്ന് പറയുന്നത്. ഈ തഹ്രീം എസ്റ്റാബ്ലിഷ് ആവണമെങ്കിൽ ഈ 2 വയസ്സിൻ്റെ മുമ്പ് മുലകുടി നടന്നിരിക്കണമെന്നാണ്. തഹ്രീം ഈസ് വാട്ട് ഒക്കേഴ്സ് ബിഫോർ ദ 2 years end. If the infant is suckled only after 2 years of age, then no tahrim will be established. Tirmidhi under chapter suckling establishes tahrim within the first 2 years reported that Salama narrated that Allah's messenger said, suckling establishes tahrim if it is on the breast and before weaning, that is before the end of the first 2 years. അപ്പോൾ ഈ ആദ്യത്തെ 2 വയസ്സിൻ്റെ ഉള്ളിൽ മുല കുടിച്ചാൽ മാത്രമേ മുലകുടി ബന്ധമാവുള്ളൂ എന്ന് നബി പറഞ്ഞതായിട്ട് ഹദീസുണ്ട്. എന്നാൽ അതേ നബി തന്നെ അതിന് വിരുദ്ധമായി പറഞ്ഞ ഹദീസ് ആയിഷയുടെ ഹദീസ് ഉദ്ധരിച്ചിരിക്കുന്നു. അതും ഉദ്ധരിച്ചിരിക്കുന്നത് ഇബ്നു കസീർ തന്നെയാണ്. ഇറ്റ് ഈസ് റിപ്പോർട്ടഡ് ഇൻ ദ സഹീ ദാറ്റ് ആയിഷ തോട്ട് ദാറ്റ് ഇഫ് എ വുമൺ gives her milk to an older person, meaning beyond the age of 2 years, then this will establish tahrim. This is also the opinion of Atta bin Abu Rabah and Layth bin Sa'd. Hence, Aisha thought that it is permissible to suckle the man whom the woman needs to be allowed in her house. She used as evidence the hadith of Salim, the freed slave of Abu Hudayfa, where the Prophet ordered Abu Hudayfa's wife to give some of her milk to Salim, although he was a man. And ever since then, he used to enter her house freely. However, the rest of the Prophet's wives did not agree with this opinion and thought that this was only a special case. This is also the opinion of the majority of the scholars. ഇതിൻ്റെ വിശദാംശങ്ങൾ IPH പ്രസിദ്ധീകരിച്ച ഫിഖ്ഹു സുന്ന എന്ന ഫിഖ്ഹ് ഗ്രന്ഥത്തിൽ വളരെ രസകരമായിട്ട് എന്നെ വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ ആ ഭാഗങ്ങൾ കൂടി വായിക്കാം. ഇത് ഫിഖ്ഹ് സുന്നയാണ്. IPH ജമാഅത്തെ ഇസ്ലാമിക്കാർ പ്രസിദ്ധീകരിച്ചതാണ്. സുന്നികളുടെ എല്ലാം. ഇതിനകത്ത് മുതിർന്നവരുടെ മുലകുടി എന്ന് പറയുന്ന ഒരു അധ്യായം തന്നെ ഉണ്ട്. ഞാൻ ആ അധ്യായം തന്നെ വായിച്ച് കേൾപ്പിക്കാം. മുമ്പ് ഉദ്ധരിച്ച തെളിവുകളാൽ തന്നെ മുതിർന്നവരുടെ മുലകുടി കൊണ്ട് വിവാഹബന്ധം നിഷിദ്ധമാവുകയില്ലെന്നാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായം. എങ്കിലും മുൻഗാമികളും പിൻഗാമികളുമായ ഒരു കൂട്ടം പണ്ഡിതന്മാർ ശൈശവത്തിലുള്ള മുലകുടി കൊണ്ടെന്ന പോലെ ഇതുകൊണ്ടും നിഷിദ്ധത ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അലി, ഉർവ, അത്താഹ്, ഇബ്നു റബാഹ് തുടങ്ങിയവരിൽ നിന്നും ഇതേ അഭിപ്രായം ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. ലൈസുബ്നു സഅദ്, ഇബ്നു ഹസം തുടങ്ങിയവരും ഇതേ വാദക്കാരാണ്. മാലിക് ഇബ്നു ശിഹാബിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു റിപ്പോർട്ടാണ് അവരുടെ അവലംബം. മുതിർന്നവരുടെ മുലകുടിയെക്കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ ഇബ്നു ശിഹാബ് ഇങ്ങനെ പറഞ്ഞു: ഉർവത്ത് ബിൻ സുബൈർ എനിക്ക് ഇങ്ങനെ ഒരു ഹദീസ് പറഞ്ഞു തന്നിട്ടുണ്ട്. നബി സുഹൈലിൻ്റെ പുത്രി സഹ്ലയോട് സാലിമിനെ മുലയൂട്ടാൻ കൽപ്പിക്കുകയും അവർ അപ്രകാരം പ്രവർത്തിക്കുകയും ചെയ്തു. അങ്ങനെ അവർ അദ്ദേഹത്തെ തൻ്റെ പുത്രനായി ഗണിച്ചു വന്നു. ഉർവ തുടരുന്നു: പിന്നീട് ആയിഷയും തൻ്റെ അരികിൽ പ്രവേശിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്ന പുരുഷന്മാരോട് ഈ രീതി അനുവർത്തിക്കാൻ തുടങ്ങി. അവർ തൻ്റെ സഹോദരി ഉമ്മു കുൽസുവിനോടും അവരുടെ സഹോദരീ പുത്രികളോടും തങ്ങൾക്കിഷ്ടപ്പെട്ടവരെ അരികിൽ പ്രവേശിപ്പിക്കുവാൻ ഇതേ മാർഗം സ്വീകരിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. അപ്പോൾ ആയിഷയ്ക്ക് ഇത് ഒരു പരിപാടിയായിരുന്നു. ആയിഷയുടെ ഏതെങ്കിലും പ്രായപൂർത്തിയായ ആൾക്കാരെ കൂടെ സഹവസിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്കൊക്കെ മുല കൊടുക്കലായിരുന്നു പതിവ് എന്നാണ്. പക്ഷേ ആയിഷയ്ക്ക് എങ്ങനെയാണ് മുല കൊടുക്കാൻ കഴിഞ്ഞിരുന്നത് എന്നത് അറിയില്ല. അതോ ഇനി ആയിഷയുടെ അടുത്ത ബന്ധുക്കളെ കൊണ്ട് മുല കൊടുപ്പിക്കുകയാണോ ചെയ്തതെന്നൊന്നും അറിയില്ല. അതോ ഇനി ആയിഷയ്ക്ക് മുല കൊടുക്കാനുള്ള പ്രത്യേക കഴിവുണ്ടായിരുന്നോ എന്നും അറിയില്ല. ആയിഷ നബിക്ക് ശേഷം കല്യാണം കഴിച്ചിട്ടില്ല എന്നാണ്. കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് അള്ളാഹ് വിലക്കിയതുകൊണ്ട് പിന്നീട് കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ആയിഷ മുല കൊടുത്തത് എന്നറിയില്ല. എങ്കിലും ആയിഷയ്ക്ക് ഏതെങ്കിലും ആണുങ്ങളായിട്ട് ബന്ധപ്പെടണം താല്പര്യം ഉണ്ടെങ്കിൽ ബന്ധപ്പെടുക എന്ന് പറഞ്ഞാൽ അവരുമായിട്ട്
ഒരു സാഹോദര്യ രൂപത്തിൽ സഹവസിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആയിഷ അവർക്കൊക്കെ മുല കൊടുക്കലായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അതല്ലെങ്കിൽ ഒരു മുലകുടി ബന്ധം ഉണ്ടാക്കിയിട്ട് അവരെ ആങ്ങളമാരാക്കലായിരുന്നു പതിവ് എന്നും. എന്നിട്ട് ആയിഷയുടെ തന്നെ സഹോദരിമാരോടും അങ്ങനെ ചെയ്യാൻ ഉപദേശിച്ചിരുന്നു എന്നും ഇവിടെ പറയുന്നു. നബി സെയ്ദിനെ ദത്തെടുത്ത പോലെ അബൂ ഹുദൈഫ ഒരു അൻസാരി സ്ത്രീയുടെ അടിമയായിരുന്ന സാലിമിനെ ദത്തെടുത്തതായി അഹമ്മദും മാലിക്കും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജാഹിലിയ കാലത്ത് ഒരാൾ മറ്റൊരാളെ ദത്തെടുത്താൽ അയാളെ പുത്രൻ എന്ന് വിളിക്കുകയും അയാൾക്ക് അനന്തരാവകാശം നൽകുകയും ചെയ്യുക പതിവായിരുന്നു. അള്ളാഹു ഇപ്രകാരം നിർദ്ദേശിക്കുന്നതുവരെ ഈ സമ്പ്രദായം തുടർന്നു. അവരെ നിങ്ങൾ അവരുടെ പിതാക്കളോട് ചേർത്ത് വിളിക്കുക, അതാണ് അള്ളാഹുവിങ്കിൽ ഏറ്റവും നീതിയായിട്ടുള്ളത്. നിങ്ങൾ അവരുടെ പിതാക്കളെ അറിയില്ലെങ്കിൽ അവർ ദീനിൽ നിങ്ങളുടെ സഹോദരങ്ങളും സഹകാരികളുമാകുന്നു. ഇത് ദത്തുപുത്രൻ്റെ ഭാര്യയെ കെട്ടാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനെ കൊണ്ട് മുഹമ്മദ് ഇറക്കിച്ചതാണ് ഈ ആയത്ത്. ദത്തു സമ്പ്രദായം തന്നെ നിർത്തലാക്കി. ഈ സൂക്തം അവതരിച്ചതോടെ ദത്തുപുത്രന്മാർ അവരുടെ യഥാർത്ഥ പിതാക്കളിലേക്ക് ചേർത്ത് വിളിക്കപ്പെട്ടു. പിതാക്കൾ അറിയപ്പെടാത്തവർ മൗലയായി പരിഗണിക്കപ്പെട്ടു. ഈ അവസരത്തിലാണ് സഹില വന്ന് നബിയോട് പറഞ്ഞത്, അള്ളാഹുവിൻ്റെ ദൂതരെ, സാലിമിനെ ഞങ്ങൾ പുത്രനായിട്ടാണ് പരിഗണിച്ചു വന്നത്. ഞാനും അബൂ ഹുദൈഫയുമാണ് അവൻ അഭയം. അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ളത് എന്തെന്ന് അവിടത്തേക്ക് അറിയാമല്ലോ. നബി പറഞ്ഞു, നീ അവന് 5 പ്രാവശ്യം മുലയൂട്ടുക. അങ്ങനെ അദ്ദേഹം അവരുടെ പുത്രൻ സ്ഥാനത്തായി. അപ്പോൾ പ്രായപൂർത്തിയായ ഒരു ചെക്കനാണ് മുല കൊടുത്തിട്ട് മകനാക്കി മാറ്റിയത്. സൈനബ് ബിന്ദു ഉമ്മു സൽമയിൽ നിന്ന് ഉദ്ധരിക്കുന്നു. ഉമ്മു സൽമ ആയിഷയോട് പറഞ്ഞു, നിങ്ങളുടെ സമീപം യുവാക്കളായ ഭൃത്യന്മാർ പ്രവേശിക്കുന്നു. അത്തരക്കാർ എൻ്റെ അടുത്ത് വരുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ആയിഷ ചോദിച്ചു, നിനക്ക് നബിയിൽ ഉത്തമ മാതൃകയില്ലേ? അവർ തുടർന്നു, അബൂ ഹുദൈഫയുടെ ഭാര്യ നബിയോട് പറഞ്ഞു, സാലിം എൻ്റെ അടുത്ത് പ്രവേശിക്കുന്നു, അവൻ ഒരു യുവാവാണ്. അബൂ ഹുദൈഫയ്ക്ക് ഇതത്ര രുചിക്കുന്നില്ല. നബി പറഞ്ഞു, നിന്റെ സമീപത്ത് പെരുമാറുവാൻ അവന് നീ മുലയൂട്ടുക. ഈ 2 അഭിപ്രായങ്ങളിൽ സ്വീകാര്യമായത് ഇബ്നുൽ ഖയ്യിമിൻ്റെ സമർത്ഥനമാണ്. അദ്ദേഹം പറഞ്ഞു, സഹലയുടെ ഹദീസ് ദുർബലപ്പെടുത്തപ്പെട്ടതോ പരിമിതപ്പെട്ടതോ അല്ല, അത് എല്ലാവർക്കും ബാധകമായതുമല്ല. ഒരു പുരുഷന് ഒരു അന്യ സ്ത്രീയുടെ മുമ്പിൽ പെരുമാറേണ്ടത് അത്യാവശ്യമായി തീരുകയും അയാളുടെ മുമ്പിൽ മറ സ്വീകരിക്കുക അവൾക്ക് വിഷമകരമായി തീരുകയും ചെയ്യുന്ന പ്രത്യേക പരിതസ്ഥിതിയിൽ നൽകപ്പെട്ട ഒരു ഇളവാണ്. ആ ഇളവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു സ്ത്രീക്ക് പുറത്തു പോകാൻ ഡ്രൈവർ മാത്രമേ വീട്ടിലുള്ളൂ എങ്കിൽ ആ ഡ്രൈവർക്ക് മുല കൊടുത്താൽ മതി എന്ന് ഫത്വ ഇറക്കിയത്. ഇതേ ന്യായപ്രകാരമാണ്. ഇനി ഈ മുലകുടി ബന്ധം കാരണം ഉണ്ടായിട്ടുള്ള പൊല്ലാപ്പുകളുടെ ചില ഉദാഹരണങ്ങൾ നോക്കുക. മുലകുടിയുടെ കാര്യത്തിൽ ഒരു സ്ത്രീയുടെ അവൾ മുലയൂട്ടിയവളാണെങ്കിൽ സാക്ഷ്യം സാധുവാകുന്നതാണ്. ഉക്ബത്ത് ബിനു ഹാരിസിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസ് അതിന് തെളിവാണ്. അദ്ദേഹം അബി ഇഹാബിൻ്റെ മകൾ ഉമ്മു യഹിയയെ വിവാഹം ചെയ്തപ്പോൾ ഒരു കറുത്ത അടിമ സ്ത്രീ അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങൾ ഇരുവർക്കും മുലയൂട്ടിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ നബിയുടെ സന്നിധിയിൽ ചെന്ന് വിവരം ധരിപ്പിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, എന്തു ചെയ്യാം, നിങ്ങൾ ഇരുവർക്കും താൻ മുലയൂട്ടിയിരിക്കുന്നുവെന്ന് അവൾ വാദിച്ചില്ലേ? അങ്ങനെ നബി അവരെ വേർപിരിച്ചു. അപ്പോൾ ആരെങ്കിലും എവിടെയെങ്കിലും കല്യാണം കഴിച്ചാൽ അവിടെ ഏതെങ്കിലും പെണ്ണ് വന്നിട്ട് നിങ്ങൾക്ക് ഞാൻ 2 മുല തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കല്യാണം കഴിച്ചവരപ്പോൾ തലാക്ക് ചൊല്ലി പിരിഞ്ഞു പോയിക്കൊള്ളണം. കാരണം ആങ്ങളും പെങ്ങളുമാണ്. ഇത്തരം ഒരു സാക്ഷ്യത്തിൻ്റെ പേരിൽ ദമ്പതികളെ വേർപെടുത്തുന്നതിനെ ഉമർ, മുഗീറത്ത് ബിനു ശുഅബ, അലി, ഇബ്നു അബ്ബാസ് തുടങ്ങിയവർ വിലക്കിയിട്ടുള്ളതായി അബൂ ഉബൈദ പ്രസ്താവിച്ചിരിക്കുന്നു. ഉമർ പറഞ്ഞു, അവൾ തെളിവ് ഹാജരാക്കുന്നുവെങ്കിൽ അവരെ പരസ്പരം വേർപെടുത്തുക, ഇല്ലെങ്കിൽ ആ ഭാര്യ ഭർത്താക്കന്മാരെ അവരുടെ പാട്ടിന് വിട്ടേക്കുക. അവർ 2 പേരും അതിസൂക്ഷ്മത പാലിക്കുന്നുവെങ്കിൽ ഒഴിച്ച്. ഈ കച്ചവടം തുറക്കപ്പെടാൻ ദമ്പതികളെ വേർപെടുത്തണമെന്നുദ്ദേശിക്കുന്ന ഒരു സ്ത്രീയും അത് ചെയ്യാതെ അടങ്ങുകയില്ല. അപ്പോൾ ഉമ്മറിൻ്റെ കാലത്ത് ഇതുപോലെ കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിക്കുന്നവരെ വേർപെടുത്താൻ വേണ്ടിയിട്ട് പല സ്ത്രീകളും വന്നിട്ട് നിങ്ങൾക്ക് 2 ഞാൻ മുല തന്നിട്ടുണ്ട് എന്ന് പറയും. ചിലപ്പോൾ അത് നുണ പറയുമായിരിക്കും. കാരണം ഈ വിവാഹം കഴിച്ച ആൾക്കാർ ഒരുമിച്ച് ജീവിക്കുന്നത് ഇഷ്ടമല്ലാത്ത ഏതെങ്കിലും സ്ത്രീകളായിരിക്കും വന്നിട്ട് നുണ പറയുന്നത്. അങ്ങനെ നുണ പറയുമ്പോൾ ഇവർക്ക് ദാമ്പത്യം ഉപേക്ഷിച്ച് പോകേണ്ടി വരും. അങ്ങനെ ഉമ്മറിൻ്റെ മുമ്പിൽ പല കേസുകളും വന്നപ്പോൾ ഉമ്മർ പറഞ്ഞതാണിത്. അങ്ങനെ ആരെങ്കിലും വന്നിട്ട് പറഞ്ഞാലൊന്നും നിങ്ങൾ ഒഴിവായി പോകണ്ട, അവർ തെളിവ് കൊണ്ടുവരട്ടെ, തെളിവ് കൊണ്ടെന്നാൽ മാത്രം നിങ്ങൾ ദാമ്പത്യം ഒഴിവായാൽ മതി എന്ന് ഉമ്മർ കൽപ്പന പുറപ്പെടുവിച്ചു എന്നാണ്. ഇപ്പോൾ നോക്കുക നിങ്ങൾ, ഒരു മതം പടച്ചോൻ ആകാശത്തുനിന്ന് കെട്ടിയിറക്കി എന്ന് പറയുന്ന ഒരു മതം ഇതുപോലെയുള്ള പൊല്ലാപ്പുകൾ എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ജാഹിലിയ കാലത്തെ വിവരം കെട്ട സംസ്കാരശൂന്യരായ മനുഷ്യർക്കിടയിലുണ്ടായിരുന്ന ഒട്ടും തന്നെ നമുക്കിന്ന് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഇത്തരം അനാചാരങ്ങളെയൊക്കെ പെറുക്കിക്കൂട്ടി ഒരു മതമാക്കി മാറ്റിയതിൻ്റെ ദുരന്ത ഫലം അന്ന് തന്നെ ആളുകൾ അനുഭവിച്ചു തുടങ്ങിയിരുന്നു എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ആരെങ്കിലും 2 കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും വന്നിട്ട് പറയുകയാണ്,
അനക്കും ഓൾക്കും ഞാൻ മുല തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ വേറൊരു സ്ത്രീ നിങ്ങൾക്ക് രണ്ടാൾക്കും മുല തന്നിട്ടുണ്ട് എന്ന് സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് യാതൊരു തെളിവും ആവശ്യമില്ല. പിന്നെ ആ ദമ്പതികൾക്ക് പിരിഞ്ഞു പോകേണ്ടി വരികയാണ്. കാരണം അവരറിയാതെ തന്നെ അവർ ആങ്ങളെയും പെങ്ങളുമായി മാറുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് ദൈവം ആകാശത്ത് നിന്ന് കെട്ടിയിറക്കിയ ഒരു മതത്തിൻ്റെ അവസ്ഥ. ജാഹിലിയ കാലത്തെ വൃത്തികെട്ട അനാചാരങ്ങൾ പെറുക്കി കൂട്ടിയുണ്ടാക്കിയ ഒരു മതം എത്രത്തോളം മനുഷ്യന് ലോകത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നതിൻ്റെ തെളിവാണിതൊക്കെ. ബൈഹക്കി റിപ്പോർട്ട് ചെയ്യുന്നു, ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും താൻ മുലയൂട്ടിയിട്ടുണ്ടെന്ന് അവകാശപ്പെട്ട ഒരു സ്ത്രീ ഉമറിൻ്റെ മുമ്പിൽ ഹാജരാക്കപ്പെട്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, 2 പുരുഷന്മാരോ അല്ലെങ്കിൽ ഒരു പുരുഷനും 2 സ്ത്രീകളുമോ സാക്ഷി പറയുന്നതുവരെ നിൻ്റെ സാക്ഷ്യം സ്വീകരിക്കുകയില്ല. അപ്പോൾ ഈ പൊല്ലാപ്പ് ഒഴിവാക്കാൻ വേണ്ടി ഉമർ കർശനമായിട്ട് സാക്ഷി പറയാൻ ആളെ കൊണ്ടുവരണം, തെളിവ് കൊണ്ടുവരണം എന്നൊക്കെ ആവശ്യപ്പെടുന്നതാണ് ഇവിടെ ഉദ്ധരിച്ചിട്ടുള്ളത്. ഇനി ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് നോക്കാം. മുലയൂട്ടുന്നവളുടെ ഭർത്താവിൻ്റെ പിതൃത്വം. ഒരു സ്ത്രീ ഒരു ശിശുവിന് മുലയൂട്ടുന്നതോടെ അവളുടെ ഭർത്താവ് ആ ശിശുവിൻ്റെ പിതാവും ഭർത്തൃ സഹോദരൻ അവൻ്റെ പിതൃവ്യനുമായിത്തീരുന്നു. നേരത്തെ ഉദ്ധരിച്ച അബൂ ഹുദൈഫയുടെ ഹദീസ് അതിന് തെളിവാണ്. കൂടാതെ ആയിഷയിൽ നിന്ന് ഉദ്ധരിക്കുന്നു, നബി പറഞ്ഞു, അബൂ ഖുവൈസിൻ്റെ സഹോദരൻ അഫ്ലഹിന് നിൻ്റെ അടുത്ത് വരുവാൻ സമ്മതം നൽകുക, അദ്ദേഹം നിൻ്റെ പിതൃവ്യനാണ്. അബുൽ ഖുവൈസിൻ്റെ ഭാര്യ ആയിഷയ്ക്ക് മുലയൂട്ടിയിട്ടുണ്ടായിരുന്നു. ഒരിക്കൽ ഒരാൾ ഇബ്നു അബ്ബാസിനോട് ചോദിച്ചു, ഒരാൾക്ക് 2 അടിമ സ്ത്രീകളുണ്ട്, അവരിൽ ഒരുവൾ ഒരു പെൺകുട്ടിക്കും മറ്റവൾ ഒരാൺകുട്ടിക്കും മുലയൂട്ടി. ഈ ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ വിവാഹിതരാകാൻ പാടുണ്ടോ? 2 സ്ത്രീകളുടെയും പുരുഷൻ ഒന്നായതുകൊണ്ട് പാടില്ല എന്നായിരുന്നു ഇബ്നു അബ്ബാസിൻ്റെ മറുപടി. 4 ഇമാമുകളുടെയും ഔസാഇ, സൗരി എന്നിവരുടെയും അഭിപ്രായം അതത്രേ. അലി, ഇബ്നു അബ്ബാസ് മുതലായ സഹാബി വര്യന്മാരും ഇതുതന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരാൾക്ക് 2 അടിമ സ്ത്രീകളുണ്ടായിരുന്നു. അതിൽ ഒരു അടിമ സ്ത്രീ ഒരു പെണ്ണിനും മുല കൊടുത്ത്, മറ്റേ അടിമ സ്ത്രീ ഒരു ചെറുക്കനും മുല കൊടുത്ത്, ആ ചെറുക്കനും പെണ്ണും തമ്മിൽ പിന്നീട് കല്യാണം കഴിക്കാൻ പാടില്ല. ആ 2 അടിമ സ്ത്രീകളുടെ യജമാനൻ ഒരാളായതുകൊണ്ട് ആ 2 കുട്ടികളും തമ്മിൽ പിന്നീട് കല്യാണം കഴിക്കാൻ പാടില്ല. എങ്ങനെയുണ്ട്? മുലകുടി ബന്ധത്തെക്കുറിച്ചുള്ള അശ്രദ്ധ. ഇനി ഇതുകാരനുണ്ടായ പൊല്ലാപ്പ് തന്നെയാണ് ഇനിയും വിശദീകരിക്കുന്നത് ഫിഖ്ഹ് സുന്നയിൽ. മുലകുടിയുടെ കാര്യത്തിൽ പലരും വലിയ അശ്രദ്ധ കാണിക്കുന്നു. ഒന്നോ അതിലധികമോ സ്ത്രീകളെ കൊണ്ട് അവർ തങ്ങളുടെ ശിശുക്കൾക്ക് മുലയൂട്ടുന്നു. മുലയൂട്ടുന്ന സ്ത്രീയുടെ സഹോദരികളെക്കുറിച്ചോ അവളുടെ കുട്ടികളെക്കുറിച്ചോ അവളുടെ ഭർത്താവിൻ്റെ കുട്ടികളെക്കുറിച്ചോ ഭർത്തൃ സഹോദരന്മാരെക്കുറിച്ചോ അവർ ഓർക്കാറേയില്ല. അങ്ങനെ ശാരീരിക രക്തബന്ധത്തെ പോലെ പരിഗണന നൽകിയിട്ടുള്ള മുലകുടി ബന്ധത്തിലൂടെ തങ്ങളുടെ മേൽ വന്നു ചേരുന്ന കുടുംബപരമായ അവകാശബാധ്യതകളും വിവാഹബന്ധം തുടങ്ങിയവയിലെ വിധിവിലക്കുകളും അവഗണിക്കപ്പെടുകയും വിസ്മരിക്കപ്പെടുകയും ചെയ്യുന്നു. പലപ്പോഴും ഒരാൾ അറിയാതെ മുലകുടി ബന്ധത്തിലുള്ള തൻ്റെ സഹോദരിയെയോ മാതൃ സഹോദരിയെയോ പിതൃ സഹോദരിയെയോ വിവാഹം ചെയ്യാൻ ഇത് ഇടയാക്കുന്നു. വിലക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ ഇക്കാര്യത്തിൽ കണിശമായ സൂക്ഷ്മത അനിവാര്യമാണ്. ഇക്കാര്യത്തിൽ കണിശമായ സൂക്ഷ്മതയൊന്നും പ്രായോഗികമല്ല. ഈ മാതിരി മണ്ടത്തരങ്ങൾ ഒരു ദൈവത്തിൻ്റെ പേരിൽ, ഒരു ദൈവത്തിൻ്റെ കിതാബിൻ്റെ പേരിൽ എഴുതി വെച്ചിട്ട് അതൊക്കെ മതനിയമമാക്കിയാൽ ഇതുപോലെയുള്ള പൊല്ലാപ്പുകൾ ഉണ്ടാവും. ഇന്ന് പക്ഷേ നമ്മളിതൊന്നും ബാധിക്കാത്തതുകൊണ്ട് ഇന്ന് ഈ ഒരു അനാചാരം പൊതുവെ എവിടെ ഇല്ല എന്നുള്ളതാണ്. ഇന്നിപ്പോൾ അങ്ങനെ പരക്കെ മുല കൊടുക്കുന്ന ഏർപ്പാടൊന്നുമില്ല. മുലയൂട്ടുന്ന അമ്മ മരിച്ചു പോയാൽ മാത്രമേ മറ്റു സ്ത്രീകൾ കുട്ടികൾക്ക് മുല കൊടുക്കാറുണ്ട്. അതല്ലാതെ അമ്മമാർ കുട്ടികളെ പ്രസവിച്ചിട്ട് നാട്ടിലുള്ള പെണ്ണുങ്ങൾ മുഴുവൻ കൈമാറി കുട്ടികൾക്ക് മുല കൊടുക്കുന്ന ജാഹിലിയ സമ്പ്രദായമൊന്നും ഇന്ന് സംസ്കാര സമ്പന്നരായ മനുഷ്യർക്കിടയിൽ ഇല്ല. അതുകൊണ്ട് തന്നെ ഇതിനൊന്നും വലിയ പ്രസക്തിയൊന്നുമില്ല. പക്ഷേ ഈ മുല കുടിച്ചാൽ ഉടനെ അമ്മയാവും എന്ന് പറയുന്ന മണ്ടത്തരത്തിൻ്റെയൊക്കെ ഒരു യുക്തി നിങ്ങൾ ആലോചിച്ച് നോക്ക്. അങ്ങനെയാണെങ്കിൽ 5 ഗ്ലാസ് പശുവിൻ പാൽ കുടിച്ചു കഴിഞ്ഞാൽ പശു അമ്മയും മൂരി അല്ലെങ്കിൽ കാള അച്ഛനും ഒക്കെ ആയി മാറൂലേ? അപ്പോൾ പശു അമ്മയാണ് എന്ന് പറയുന്ന സംഖ്യകളുടെ വാദം ഇസ്ലാമികമായി ശരിയാണ് എന്ന് വരും. ഇനി ഞാൻ ഈ വാക്യം ഒരിക്കൽ കൂടി വായിക്കാം. മാതാക്കൾ തങ്ങളുടെ സന്താനങ്ങൾക്ക് പൂർണ്ണമായ 2 കൊല്ലം മുല കൊടുക്കേണ്ടതാണ്. കുട്ടിയുടെ മുലകുടി പൂർണ്ണമാക്കണമെന്ന് ഉദ്ദേശിക്കുന്നവർക്കത്രേ ഇത്. അപ്പം മുലകുടി പൂർത്തിയാക്കണം എന്ന് ഉദ്ദേശിക്കുന്നവർക്ക് മാത്രമേ ഇത് ബാധകമായിട്ടുള്ളൂ. അല്ലാത്തവർക്ക് എപ്പോൾ വേണേലും കുട്ടിയെ ഉപേക്ഷിക്കാം. അവർക്ക് മുല കൊടുക്കുന്ന മാതാക്കൾക്ക് മര്യാദ അനുസരിച്ച് ഭക്ഷണവും വസ്ത്രവും നൽകേണ്ടത് കുട്ടിയുടെ പിതാവിൻ്റെ ബാധ്യതയാകുന്നു. എന്നാൽ ഒരാളെയും അയാളുടെ കഴിവിലുപരി നൽകാൻ നിർബന്ധിക്കരുത്. ഒരു മാതാവും തൻ്റെ കുട്ടിയുടെ പേരിൽ ദ്രോഹിക്കപ്പെടാനിടയാക്കരുത്. അതുപോലെ തന്നെ സ്വന്തം കുട്ടിയുടെ പേരിൽ ഒരു പിതാവിനും ദ്രോഹം നേരിടരുത്. പിതാവിൻ്റെ അഭാവത്തിൽ അയാളുടെ അവകാശികൾക്കും കുട്ടിയുടെ കാര്യത്തിൽ അതുപോലെ ബാധ്യതകളുണ്ട്.
അപ്പോൾ ഈ കുട്ടിക്ക് മുല കൊടുക്കാൻ ബാധ്യതയുള്ള അവകാശികൾ ആരാണ്? ഇതിനെക്കുറിച്ച് പണ്ഡിതന്മാർക്കിടയിൽ വലിയ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നാണ് അമാനി മൗലവി തന്നെ എഴുതി വെച്ചിട്ടുള്ളത്. നോക്കുക, അനന്തരാവകാശികൾക്കും മേൽപ്പറഞ്ഞതുപോലെയുള്ള ബാധ്യതയുണ്ട്. ഈ വാക്യത്തിൻ്റെ അർത്ഥവ്യാഖ്യാനങ്ങളിൽ ഒന്നിലധികം അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാവുന്നതാണ്. അനന്തരാവകാശി എന്നു പറഞ്ഞത് പിതാവിൻ്റെ അവകാശികളെ ഉദ്ദേശിച്ചും കുട്ടികളുടെ അവകാശികളായി വരുന്നവരെ ഉദ്ദേശിച്ചും മാതാവടക്കം എല്ലാവരുടെയും അവകാശികളെ ഉദ്ദേശിച്ചും അവകാശികളിൽ തന്നെ മാതാപിതാക്കൾ പോലെയുള്ള അടുത്ത അവകാശികളെ ഉദ്ദേശിച്ചും ആയിരിക്കുവാൻ സാധ്യതയുള്ളതാണ് ഈ അഭിപ്രായ ഭിന്നതയ്ക്ക് പ്രധാന കാരണം. അതുപോലെയുള്ളത് എന്ന് പറഞ്ഞതിൽ മുമ്പ് പറഞ്ഞ എല്ലാ ബാധ്യതകളും ഉൾപ്പെടുവാനും അതിൻ്റെ തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യം മാതാവിനും പിതാവിനും കുട്ടി മൂലം ദ്രോഹം ഉണ്ടാകാവതല്ല എന്നുള്ളത് മാത്രം ഉദ്ദേശിക്കപ്പെട്ടിരിക്കുവാനും സാധ്യതയുണ്ട്. ഇതാണ് അതിന് മറ്റൊരു കാരണം. ഈ ഓരോ ബാധ്യതയെയും അടിസ്ഥാനമാക്കി ഈ ഒരൊറ്റ ചെറുവാക്യത്തിൽ നിന്ന് ശാഖോപശാഖകളായ പല കാര്യങ്ങളും കർമ്മശാസ്ത്ര നിയമങ്ങളിൽ വിവരിക്കപ്പെട്ട് കാണാം. ഇതു സംബന്ധിച്ച് സയ്യിദ് റഷീദ് റിദാ തഫ്സീറുൽ മനാറിൽ പ്രസ്താവിച്ചതാണ് നമുക്കും ഇവിടെ പറയാനുള്ളത്. അതായത് ഇത്രയും വിപുലമായ അർത്ഥസാധ്യതയുള്ള ഈ വാചകം അള്ളാഹു ഇവിടെ ഉപയോഗിച്ചതിൻ്റെ രഹസ്യം ഒരുപക്ഷെ അവയെല്ലാം അതിൽ ഉൾക്കൊണ്ടിരിക്കും എന്നുള്ളത് തന്നെയായിരിക്കും. അള്ളാഹുവിനറിയാം. ഒരു കാര്യം ധൈര്യമായി പറയാം, പിതാവോ മാതാവോ ജീവിച്ചിരിപ്പില്ലെങ്കിൽ അല്ലെങ്കിൽ രോഗം കൊണ്ടോ മറ്റോ ജീവിച്ചിരിപ്പില്ലാത്ത ഫലത്തിലാണെങ്കിൽ ഇരു കൂട്ടരുടെയും ബന്ധപ്പെട്ടവർ കുട്ടിയുടെ കാര്യത്തിൽ വേണ്ടത് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ കുട്ടിക്ക് മുല കൊടുക്കാനുള്ള ബാധ്യത കുട്ടിയുടെ അച്ഛനുള്ളതാണ്. കുട്ടിയുടെ അച്ഛനെ പോലെ തന്നെ അച്ഛനിലൂടെയുള്ള കുട്ടിയുടെ അവകാശികൾക്കും ഉള്ളതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ആ അവകാശികൾ ആരൊക്കെയാണ്, എന്തൊക്കെയാണ്, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പണ്ഡിതന്മാർ തർക്കിച്ചുകൊണ്ടിരിക്കുന്നു എന്നും അതൊക്കെ അള്ളാഹ്ക്ക് മാത്രമേ ശരിക്കും അറിയുള്ളൂ എന്നുമാണ് അമാനി മൗലവി ഇവിടെ എഴുതി വച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു വാക്യം ഇതുപോലെയുള്ള കാര്യങ്ങൾ മനുഷ്യരോട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറഞ്ഞത് എന്താണ് എന്ന് വായിക്കുന്നവർക്കും പണ്ഡിതന്മാർക്കും വ്യാഖ്യാനിക്കുന്നവർക്കും ഒന്നും തിരിയില്ല. എന്നിട്ടെല്ലാം അള്ളാഹു ആയാലും അള്ളാഹുവിനറിയാം എന്ന് പറഞ്ഞിട്ട് തടി തപ്പുകയാണ് എല്ലാവരും ചെയ്യുന്നത്. ഇതാണ് ഖുർആനിലെ ഓരോ വാക്യത്തിൻ്റെയും അവസ്ഥ. അതുതന്നെയാണ് ഇവിടെയും. ഇവിടെ ആദ്യം പറഞ്ഞത് തന്നെ എന്തിനെക്കുറിച്ചാണ്? വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീകളുടെ കാര്യമാണോ അതോ എല്ലാ സ്ത്രീകൾക്കും ബാധകമാണോ എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്ക് തർക്കമുണ്ട്. ഇവിടെ അവകാശികൾ എന്ന് പറഞ്ഞത് എന്താണ് എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്ക് തർക്കമുണ്ട് എന്നൊക്കെ മുഫസ്സിറുകൾ തന്നെ എഴുതി വച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ ഖുർആനിൽ എഴുതി വച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ മുമ്പ് പലതവണ ആവർത്തിച്ചിട്ടുള്ളതുപോലെ തന്നെ തലക്ക് വെളിവുള്ള ഒരാളുടെ സൃഷ്ടിയല്ല. ദൈവം പോട്ടെ, കാര്യബോധവും വിവേകവുമുള്ള ഒരു മനുഷ്യൻ പോലുമല്ല ഈ ഖുർആൻ്റെ വെളിപാടുകൾ അവതരിപ്പിച്ചിട്ടുള്ളത് എന്നത് ഇവിടെ ഒക്കെ വ്യക്തമാവുകയാണ് ചെയ്യുന്നത്. ഒരു കാര്യവും വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. എല്ലാ കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങളാണ്. പറഞ്ഞ കാര്യങ്ങളാകട്ടെ 6-ാം നൂറ്റാണ്ടിലെ ജാഹിലിയ സമൂഹത്തിൽ നിന്നും പെറുക്കിയെടുത്തിട്ടുള്ള വഷളത്തരങ്ങളും അനാചാരങ്ങളും വിഡ്ഢിത്തങ്ങളും മാത്രമാണ്. എങ്ങനെയാണ് ഈ പുസ്തകം ഒരു ദൈവത്തിൻ്റെ പുസ്തകമാവുക? എങ്ങനെയാണ് ഈ പുസ്തകം ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് വേണ്ടി അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥം എന്നൊക്കെ വിശേഷിപ്പിക്കാൻ നമുക്ക് കഴിയുക? ഇതാണ് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന ചോദ്യം. അടുത്ത വാക്യം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം.